ഹായ് ആൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഡി വെൽക്കം ടു ടെക് പി എസ് സി. ഇപ്പോൾ നമ്മുടെ വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിയുള്ള ഓപ്പറേറ്ററിൻ്റെ എക്സാം തൊട്ടടുത്ത ദിവസങ്ങളിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IC എഞ്ചിൻ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ IC എഞ്ചിനായിട്ട് കണക്ട് ചെയ്ത് ആ മൊഡ്യൂളിൽ തന്നെ നമുക്ക് പറയാനുണ്ട് കുറച്ച് ബെൽറ്റ് ഡ്രൈവ്, പവർ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് IC എഞ്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ തെർമോഡൈനാമിക് സൈക്കിൾ ഓഫ് എ ഡീസൽ എഞ്ചിൻ? ഓപ്ഷൻ എ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ, ഓപ്ഷൻ ബി കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ, ഓപ്ഷൻ സി അക്കിൻസ്റ്റൻ സൈക്കിൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് പറയുന്നത്? തെർമോഡൈനാമിക് സൈക്കിൾ, ഡീസൽ എഞ്ചിന്റെ തെർമോഡൈനാമിക് സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രൂ ആയിട്ടുള്ള താഴെ പറയുന്നവർ ഏതാണ് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സൈക്കിൾ വെച്ചിട്ട് ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഈ രണ്ട് സൈക്കിളാണ് നമുക്ക് കൂടുതലായിട്ട് IC എഞ്ചിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓട്ടോ സൈക്കിളിനെ നമ്മൾ ഏത് സൈക്കിളായിട്ട് പറയാറുണ്ട്? വേറൊരു പേരിൽ കൂടി പറയാറുണ്ട്. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയാറുണ്ട്. ഡീസൽ സൈക്കിളിനെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയാറുണ്ട്. അതിൽ നടക്കുന്ന പ്രോസസ്സ് അനുസരിച്ചാണ് നമ്മൾ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നും കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നും പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ള എന്താണ്? ഡീസൽ എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് തെർമോഡൈനാമിക് സൈക്കിൾ അതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ ആയിരിക്കും. എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയാൻ കാരണം? നമുക്കറിയാം ഒരു സൈക്കിൾ എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കാണിച്ചിട്ടുള്ള നമ്മുടെ PV ഡയഗ്രാം എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളിന്റെ PV ഡയഗ്രാം ആണ്. ഇത് നമുക്ക് ഡീസൽ സൈക്കിളിന്റെ PV ഡയഗ്രാം ആണ് അല്ലേ. അല്ല സോറി, ഇത് ഡീസൽ സൈക്കിളിന്റെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇത് ഓട്ടോ സൈക്കിൾ ആണ് കേട്ടോ. ആദ്യത്തത് ഡീസൽ സൈക്കിൾ, ഇവിടെ നമുക്ക് ഡീസൽ സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഓട്ടോ സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഡീസൽ സൈക്കിൾ ആവുന്ന സമയത്ത്? ഡീസൽ സൈക്കിളിൽ ഇവിടെ നമുക്ക് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ ഡീസൽ സൈക്കിളിൽ ഇവിടെ നമ്മൾ എന്ത് പറയാറുണ്ട്? കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. അത് നമ്മൾ ഓട്ടോ സൈക്കിൾ ആവുന്ന സമയത്ത്, ഓട്ടോ സൈക്കിൾ ഓർ പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഓട്ടോ സൈക്കിൾ ആവുന്ന സമയത്ത് നമുക്ക് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് അവിടെ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയാറുണ്ട്. സോ ഡീസൽ എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സൈക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം അവിടെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലാണ് എന്ത് വരുന്നത്? ഹീറ്റ് അഡീഷനും കാര്യങ്ങളും വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദി കംപ്രഷൻ പ്രഷർ ഓഫ് എ ടിപ്പിക്കൽ പെട്രോൾ എഞ്ചിൻ? നോർമലി ഒരു സാധാരണ കാണുന്ന ഒരു പെട്രോൾ എഞ്ചിനിലെ ഒരു കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ച് നോർമലി എന്തായിരിക്കും എന്നാണ്. ഇത് നമുക്ക് പല രീതിയിലും വരാറുണ്ട് കേട്ടോ. അതായത് ക്വസ്റ്റ്യന് പെട്രോൾ എഞ്ചിനിലും വരാറുണ്ട്, ഡീസൽ എഞ്ചിനിലും വരാറുണ്ട്. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ പെട്രോൾ എഞ്ചിൻ്റെയാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പെട്രോൾ എഞ്ചിന് 90 to 150 PSI, 400 to 550 PSI, 500 to 700 PSI, നൺ ഓഫ് ദി അബവ്. ഇതിൽ ഏതാണ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ച് ഏതായിരിക്കും ആൻസർ വരുന്നത്? 90 to 150 PSI ആണ് നോർമലി എന്ത് വരുന്നത്? പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഡീസൽ എഞ്ചിനാകുമ്പോൾ മാറും. ഒരു 350 to 400 ആൻസർ വരികയാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ പിടിക്കുക. അല്ലെങ്കിൽ 400 to 700 ആ റേഞ്ചിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ 350 എബോവ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ ആൻസർ പിടിക്കുക. ആൻസർ പിടിക്കുക എന്ന് പറയാൻ കാരണം ചില സമയങ്ങളിൽ 350 ഒന്ന് ചോദിക്കാറുണ്ട്, ചില സമയങ്ങളിൽ 400 to 500 വരാറുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനിലെ കമ്പാരിസൺ മനസ്സിലാക്കി വെക്കുക. പെട്രോൾ എഞ്ചിനേക്കാളും എന്തായിരിക്കും? ഡീസൽ എഞ്ചിനായിരിക്കും കംപ്രഷൻ പ്രഷറും കാര്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫാൾസ് അബൌട്ട് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം? എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിലെ 4 സ്റ്റേറ്റ്മെന്റ് പോലെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് കൺസിസ്റ്റ് ഓഫ് എ പ്രഷർ വാൾവ് വിച്ച് ഓപ്പൺസ് അപ്പ്
when the pressure exceeds a preset value. ഓപ്ഷൻ ബി പറയുന്നത് വാക്വം വാൾവ് ഓൺ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് ഓപ്പൺസ് അപ് ടു ലെറ്റ് ദ കൂളന്റ് ഇൻ വൈൽ ദ എഞ്ചിൻ കൂൾസ് ഡൗൺ. ECM calculates coolant temperature value from the ECT sensor output. Engine overheats if the thermostat valve is stuck open. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഏതാണ് കൂളിംഗ് സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ഫാൾസ് ആയ സ്റ്റേറ്റ്മെന്റ്? റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിൽ ഒരു പ്രഷർ വാൾവ് ഉണ്ട്, അത് ഒരു പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് വന്നാൽ അത് ഓപ്പൺ ആവും എന്നാണ് പറയുന്നത്. ഒരു വാക്വം വാൾവ് കൊടുത്തിട്ടുണ്ട് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിൽ. അപ്പോൾ കൂളന്റിന്റെ ഇതിനനുസരിച്ച് അല്ലേ, കൂളന്റ് കൂൾസ് ഓവറായിട്ട് കൂളാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വാക്വം വാൾവ് ഓപ്പൺ ആയിട്ട് അത് പുറത്തു നിന്നുള്ള നമ്മൾ എക്സ്പാൻഷൻ റിസർവോയറിൽ നിന്ന് അതിലോട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും കൂളന്റ് കയറും എന്നാണ്. പിന്നെ ഒരു ECD സെൻസർ വെച്ചിട്ട് എഞ്ചിന്റെ കൂളന്റ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അടുത്തെന്ന് പറയുന്നത് എഞ്ചിന്റെ തെർമോസ്റ്റാറ്റ് വാൾവ് ഓപ്പൺ ആയിട്ട് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് ആൻസർ വരിക? നമുക്ക് ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അതാണ് ഫാൾസ് ആയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. നമുക്കറിയാം നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിൽ കൂളിംഗിന്റെ ഫ്ലോനെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നത് തെർമോസ്റ്റാറ്റ് വാൾവ് എന്ന് പറയുന്നത്. അതായത് എഞ്ചിന്റെ അകത്ത് എഞ്ചിൻ കൂളായി കഴിഞ്ഞാൽ എഞ്ചിന്റെ അകത്ത് എഞ്ചിൻ ഹീറ്റ് ആയി കഴിഞ്ഞാൽ, കൂളന്റ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് റേഡിയേറ്ററിലോട്ട് കടത്തി വിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യണം, കൂൾ ചെയ്യേണ്ട ഒരു പ്രോസസ് ചെയ്യണം. അപ്പോൾ അത് റേഡിയേറ്ററിലോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഒരു അപ്പർ ഹോസ് വഴി റേഡിയേറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ അപ്പർ ഹോസിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ആരുണ്ടായിരിക്കും, ഒരു തെർമോസ്റ്റാറ്റ് വാൾവ് ഉണ്ടാവും. തെർമോസ്റ്റാറ്റ് വാൾവ് ആണ് നോർമലി എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഫ്ലോനെ നിയന്ത്രിക്കുന്നത്, ടെമ്പറേച്ചറിനെയും ഫ്ലോനെയൊക്കെ നിയന്ത്രിക്കുന്നത് തെർമോസ്റ്റാറ്റ് വാൾവ് ആയിരിക്കും. സോ നമുക്ക് അവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് സ്റ്റക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താവും, കൂളന്റ് എല്ലാ സമയത്തും റേഡിയേറ്ററിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ഒരിക്കലും എന്താവില്ല, അവിടെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുകയല്ല ചെയ്യുന്നത്, എഞ്ചിന്റെ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ കൂടുതൽ സമയം എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. എഞ്ചിൻ ഓവർ ഹീറ്റ്സ് ഇഫ് ദ തെർമോസ്റ്റാറ്റ് വാൾവ് ഈസ് സ്റ്റക്ക് ഓപ്പൺ. ഇതാണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നുണ്ടാകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കമന്റ് ചെയ്യുന്ന കാണുന്നുണ്ട് കേട്ടോ, ഓക്കെ ആണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ദ ഫോളോയിങ് ടൈപ്സ് ദ ഓയിൽ പമ്പ് ഡസ് നോട്ട് യൂസ് ആൻ എക്സെൻട്രിക് eccentric shaft or cams? External gear type pump, rotor gear type, vane type pump, plunger type pump. എക്സെൻട്രിക് ക്യാമോ അല്ലെങ്കിൽ എക്സെൻട്രിക് ഷാഫ്റ്റോ ഉപയോഗിക്കാത്ത പമ്പ്സ് ഏതാണെന്ന് വെച്ചില്ല. റോട്ടർ പമ്പ്, വെയിൻ പമ്പ്, ഏതാണ് ആൻസർ വരിക? നമുക്ക് എക്സ്റ്റേണൽ ഗിയർ പമ്പുകൾ അല്ലെ, എക്സ്റ്റേണൽ ഗിയർ പമ്പുകളാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ടൈപ്പ്. അതായത് ഇതിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, 2 ഗിയേഴ്സ് തമ്മിൽ മെഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലൂടെ ഒരു ഇൻലെറ്റ് ഉണ്ടാവും, ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഗിയേഴ്സ് എന്ത് ചെയ്യുന്നു, മെഷ് ചെയ്യുന്ന സമയത്ത് മെഷ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിലോട്ട് ഇൻലെറ്റ് ഫ്ലൂയിഡ് കയറുന്നു. ഇതിന്റെ ഈ ഒരു ഗ്യാപ്പിലൂടെ ഫ്ലൂയിഡ് കംപ്രസ് ചെയ്തിട്ട് ഔട്ടായിട്ട് പുറത്തോട്ട് പോകുന്നു. ഇതാണ് നോർമലി എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഗിയർ പമ്പിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിലവിടെ നമുക്ക് എന്തില്ല, ഒരു എക്സെൻട്രിക്കോ അല്ലെങ്കിൽ ഒരു ക്യാമോ, എക്സെൻട്രിക് ഷാഫ്റ്റോ അല്ലെങ്കിൽ ഒരു ക്യാമോ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. ഇന്റേണൽ ആവുമ്പോൾ പറയാം നമുക്ക് അവിടെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഷേപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, എക്സ്റ്റേണൽ ഗിയർ ടൈപ്പ് പമ്പ് ആയിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അബൌട്ട് ലൂബ്രിക്കേഷൻ സിസ്റ്റം? ലൂബ്രിക്കേഷൻ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ലൂബ്രിക്കേഷൻ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഏതാണ്, ഓയിൽ കൂളർ ഹീറ്റ്സ് ദ ഓയിൽ വെൻ കൂളന്റ് ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഓയിൽ ടെമ്പറേച്ചർ. All the oil reaches main oil gallery is filtered in bypass oil filter system. Dry sump lubrication system uses a separate tank to store oil. Lubricant also helps to preventing blow by gases entering crankcase. ലൂബ്രിക്കേഷൻ സിസ്റ്റമായി ബന്ധപ്പെട്ട് ലൂബ്രിക്കേഷൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ലൂബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്. ലൂബ്രിക്കേഷന് അതിന്റെ ടൈപ്സ്, അതിലുള്ള കമ്പോണൻസ് കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. എന്താണ് പറഞ്ഞത്, എല്ലാ ഏരിയനെയും കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ്, ഓയിൽ കൂളർ ഹീറ്റ്സ് ദ ഓയിൽ വെൻ ദ കൂളന്റ് ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഓയിൽ ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ. ദെൻ ആൾ ദ ഓയിൽ റീച്ചിങ് മെയിൽ ഗാലറി ഈസ് ഫിൽറ്റേർഡ് ബൈ ദി ബൈപ്പാസ് ഓയിൽ ഫിൽറ്റർ. നമ്മൾ ഓയിൽ ഫിൽട്രേഷൻ സിസ്റ്റം പഠിക്കുന്നുണ്ട്, ഓയിൽ ഫിൽട്രേഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റമാണ് മെയിൻലി ബേസിക് ആയിട്ട് നമുക്ക് പറയേണ്ടത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സിസ്റ്റം, രണ്ടാമത്തെ ഫുൾ ഫ്ലോ സിസ്റ്റം. ബൈപ്പാസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ, അതായത് നമുക്ക് ഈ ഓയിൽ സമ്പിൽ നിന്ന് കയറുന്ന ഓയിൽ പമ്പ് ഉപയോഗിച്ചിട്ട് നേരെ നമ്മളുടെ എഞ്ചിൻ ബിയറിംഗ്സിലോട്ട് കടത്തി വിടുന്നു.
എഞ്ചിൻ ബിയറിംഗ്സിൽ കടന്നു പോകുന്ന സമയത്തിന് ചെറിയ ഒരു ക്വാണ്ടിറ്റിയുള്ള ഓയിൽ, ഒരു സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ എന്ത് ചെയ്യുന്നു, ഫിൽറ്ററിലൂടെ ഫിൽറ്റർ ചെയ്യുന്നു. അതായത് പ്രോപ്പറായിട്ട് ഫുൾ ഓയിലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നില്ല. ഒരു പാർട്ട് ഓഫ് ഓയിൽ മാത്രമേ ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അതിനെയാണ് നമ്മൾ ബൈപ്പാസ് ചെയ്യുക, ബൈപ്പാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫുൾ ഫ്ലോ സിസ്റ്റം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി എല്ലാ ഓയിലും ഫിൽറ്ററിലൂടെ കടന്നു പോയി ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഞ്ചിൻ ബിയറിംഗ്സിലോട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഇതിന് ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറയാനുണ്ട്, രണ്ടിനും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറയാനുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ അടഞ്ഞു കഴിഞ്ഞാൽ, ബൈപ്പാസ് സിസ്റ്റത്തിൽ നമുക്ക് ഫിൽറ്റർ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതായത് എഞ്ചിന്റെ ബിയറിംഗ്സിൽ എന്തില്ല, ഓയിൽ എത്താത്തൊരു പ്രശ്നമോ ഓയിലിന്റെ സ്കാസിറ്റി ഒന്നും അനുഭവപ്പെടില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, ഓയിൽ അതിലോട്ട് എത്തിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫിൽട്രേഷൻ ചെയ്യാത്ത ഓയിലുകളായിരിക്കും അവിടേക്ക് എത്തുന്നുണ്ടായിരിക്കുക. സോ അത് എഞ്ചിന്റെ ബിയറിംഗ്സിലും എഞ്ചിന്റെ മൂവിങ് പാർട്സിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. മൂവിങ് പാർട്സിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, സ്ക്രാച്ച് ഒക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ അവിടെ പോറലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ പ്രോസസ്സുകൾ നമ്മുടെ എഞ്ചിന്റെ എഫിഷ്യൻസിയൊക്കെ ബാധിക്കും. ഫുൾ ഫ്ലോ ഫിൽട്ടർ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫുൾ ഓയിലും ഫിൽട്ടർ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. പക്ഷേ ഇൻ കേസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ അടഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനിലോട്ട് തീരെ ഓയിൽ കിട്ടാത്ത, ബിയറിംഗ്സിലോട്ടൊക്കെ തീരെ ഓയിൽ കിട്ടാത്തൊരവസ്ഥ വരും. അതാണ് അതിനൊരു പ്രോബ്ലം. പക്ഷെ അതിനിപ്പോൾ ഒരു ബൈപ്പാസ് വാൾവ് ഒക്കെ എക്സ്ട്രാ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ഫിൽട്ടർ റിലീഫ് വാൾവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ പ്രഷർ കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുൾ അടഞ്ഞു കഴിഞ്ഞാൽ ആ വാൾവ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്യാത്ത ഓയിൽ കടത്തി വിടാനുള്ള പ്രോസസ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സോ അതാണ് ആൾ ദ ഓയിൽ റീച്ചിങ് മെയിൻ ഗാലറി ഈസ് ഫിൽറ്റേർഡ് ഇൻ ബൈപ്പാസ് ഓയിൽ ഫിൽട്ടർ സിസ്റ്റം. ഓയിൽ ഫിൽട്ടർ സിസ്റ്റത്തിൽ ഫുൾ ഓയിലും ഫിൽട്ടർ ചെയ്യും എന്നാണ് പറയുന്നത്, ഫിൽട്ടർ ചെയ്യൂല കേട്ടോ. ഫുൾ ഫ്ലോ സിസ്റ്റത്തിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എല്ലാ ഓയിലും ഫിൽട്ടർ ചെയ്യുന്നുള്ളൂ. ഓപ്ഷൻ ബി ആണ് ഇതിലെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫാൾസ് അബൌട്ട് ഫ്യൂൽ സിസ്റ്റം. ഫ്യൂൽ സിസ്റ്റമായി ബന്ധപ്പെട്ട് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഫ്യൂൽ സിസ്റ്റമായി ബന്ധപ്പെട്ട് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ ഫസ്റ്റ് വൺ എന്താണ്, എയർ ലോക്കിംഗ് ഇൻ ദ ഡീസൽ ഫ്യൂൽ സിസ്റ്റം വിൽ കോസ് ഇറാറ്റിക് റണ്ണിംഗ് ഓഫ് എഞ്ചിൻ. വാട്ടർ ഇൻ ഫ്യൂൽ സിസ്റ്റം മൈറ്റ് ഡാമേജ് ദ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ്. ആൻ എഞ്ചിൻ ക്യാൻ ബി സ്റ്റാർട്ടഡ് without the signal and crank position sensor CKP input. Crank position sensor input. Injection pressure in CRDI varies from 200 to 2000 bars. അപ്പോൾ ഒരു ഫ്യൂൽ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, താഴെ പറയുന്നതിൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എയർ ലോക്കിംഗ് ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിൽ, അതായത് നമ്മൾ ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിൽ നമുക്ക് ഡീസലിൽ എയർ കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ, ആ എയറിനായിരിക്കും പിന്നെ കംപ്രസ് ആകുക, ഡീസലിനെ കംപ്രസ് ആവില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ബി പറയേണ്ട എന്താ, വാട്ടർ ഇൻ ഫ്യൂൽ സിസ്റ്റം. ഫ്യൂൽ സിസ്റ്റത്തിൽ ഇൻ കേസ് എങ്ങാനും വാട്ടർ അങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്യൂൽ ഇഞ്ചക്ടറിനെ ഡാമേജ് ആക്കും എന്നുള്ളത് കറക്റ്റ് ആണ്. ലാസ്റ്റ് പറഞ്ഞ ഇഞ്ചക്ഷൻ പ്രഷറിന്റെ ഒരു റേഞ്ചും പറഞ്ഞിട്ടുണ്ട്, അറൌണ്ട് 200 to 2000 ബാർസും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓപ്ഷൻ സി പറയൂ, ആൻ എഞ്ചിൻ ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തൗട്ട് ദ സിഗ്നൽ ഫ്രം ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ എന്നുള്ള സിഗ്നൽസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ എന്നുള്ള നമ്മൾ MPFI എഞ്ചിൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറേ അധികം സെൻസറുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പഠിച്ചിട്ടുള്ള സാധനമാണ് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ. ക്രാങ്ക് ഷാഫ്റ്റ് എവിടെയാണോ നിൽക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ട് അതിൽ നിന്നുള്ള വാല്യൂസ് ECM കടത്തിവിടാം, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലോട്ട്, എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂളിലോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ വെച്ചിട്ടുള്ളത്. നിയർ ബൈ ഫ്ലൈ വീലിന്റെ അടുത്തായിരിക്കും ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. സോ അതിൽ നിന്നുള്ള സെൻസാണ്. അപ്പോൾ ഒരു CKP സെൻസർ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ സ്റ്റാർട്ടിങ്ങിന് അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ഈ CKP സെൻസറിൽ നിന്നുള്ള സെൻസർ ഇൻപുട്ട് ECM പോയാൽ മാത്രമേ എഞ്ചിന്റെ സ്പീഡ്, ക്രാങ്കിന്റെ പൊസിഷന് കാര്യങ്ങളൊക്കെ ECM മെഷർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫ്യൂലിന്റെ ഇഞ്ചക്ഷനും ഫ്യൂലിന്റെ ക്വാണ്ടിറ്റിയും ഫ്യൂലിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. സോ ഓപ്ഷൻ സി ആയിരിക്കും ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ദി പമ്പ് നീഡ്സ് മോർ ഫ്രീക്വന്റ് ഓവർഹോൾ ഫ്രീക്വൻസി ദാൻ അതേഴ്സ് അണ്ടർ സിമിലർ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. അതായത് പറയുന്ന പോലെ ഏത് പമ്പാണ്, ഏത് പമ്പുകൾക്കാണ് എന്താണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഓവർഹോളിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സബ്മെർസിബിൾ പമ്പ്, വെർട്ടിക്കൽ ടർബൈൻ പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, all of the pumps have broadly at the same maintenance frequency. എല്ലാം സെയിം ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിരിക്കും എന്നാണ് പറയുന്നത്. സബ്മെർസിബിൾ പമ്പ് നമുക്കറിയാം അല്ലേ, വെള്ളത്തിന്റെ താഴത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെക്കുന്ന സാധനമാണ് അല്ലേ. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്തുണ്ടാവും, ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സബ്മെർസിബിൾ പമ്പിലാണ് നമുക്ക് എന്ത് വരുന്നത്, മോർ ഫ്രീക്വന്റ് ഓവർഹോളിങ്ങും കാര്യങ്ങളും ഒക്കെ
വരുന്നത് കേട്ടോ, സെയിം ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് സബ്മേർസിബിൾ പമ്പ്? സബ്മേർസിബിൾ പമ്പുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. സിംഗിൾ സ്റ്റേജ് പമ്പ്സ് ആർ പ്രിഫേർഡ് ഓവർ മൾട്ടി സ്റ്റേജ് പമ്പ്സ് ഇൻ വാട്ടർ വെൽസ് ആൻഡ് ഓയിൽ വെൽസ്. They are centrifugal pumps operating in a vertical position. The energy conversion take place at the pump diffuser is kinetic energy into the pressure energy. And option D is equal to all of the above. ഏതാണ് വരുന്നത്? എല്ലാം ശരിയല്ലേ? സബ്മെർജിബിൾ പമ്പിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞെല്ലാം കറക്റ്റ് ആണ്. സിംഗിൾ സ്റ്റേജ് പമ്പ്സ് ആണ് പ്രിഫേർഡ് ഓവർ മൾട്ടി സ്റ്റേജ് പമ്പ്സ് ഫോർ വാട്ടർ ഇൻ വെൽസ് ആൻഡ് ഓയിൽ വെൽസ്. Centrifugal pumps operates in vertical position. And energy conversion take place in pump diffuser is kinetic energy to pressure energy. Option D all are true. The next question, which of the following is false about jet pumps? Jet pumps മായി ബന്ധപ്പെട്ടിട്ട് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ്. It has no reciprocating parts. The motor and pump cannot be offset from the well. Suction pipe is connected to the nozzle chamber. All are false. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു ഫാൾസ് ആയിട്ടുള്ള ജെറ്റ് പമ്പ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാൾസ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഇറ്റ് ഹാസ് നോ റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്. ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ദ മോട്ടർ ആൻഡ് ദ പമ്പ് കനോട്ട് ബി ഓഫ്സെറ്റ് ഫ്രം ദി വെൽ. അപ്പോൾ ജെറ്റ് പമ്പ്സിന്റെ കാര്യത്തിൽ പറയുന്നതാണ് അല്ലേ, അത് മോട്ടർ പമ്പ്സ് ഇതിന്റെ ഒന്നിച്ചാണ് നമ്മൾ എന്തായത് നോർമലി കൊടുക്കാറുള്ളത്. സോ മോട്ടർ ആൻഡ് കനോട്ട് ബി ഓഫ്സെറ്റ് ഫ്രം ദി വെൽ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസൈഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രോളിക് പമ്പ് യെസ് എ ക്രസൻറ്റ് ഷേപ്ഡ് സ്പേസിംഗ് ക്യാൻ ബി ഫൗണ്ട്? ഏത് പമ്പിലാണ് ക്രസൻറ്റ് ഷേപ്പ് ആയിട്ടുള്ള സ്പേസിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് എന്നാണ്. എക്സ്റ്റേണൽ ഗിയർ പമ്പ്, ഇന്റേണൽ ഗിയർ പമ്പ്, വെയിൻ ടൈപ്പ് പമ്പ്, ലോ ടൈപ്പ് പമ്പ്. ഏതായിരിക്കും? ഇന്റേണൽ ഗിയർ പമ്പിൽ അല്ലെ, ഇന്റേണൽ ഗിയർ പമ്പിലാണ് നമ്മൾ എന്തെങ്കിലും ക്രസൻറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐസി എഞ്ചിനുമായി ബന്ധപ്പെട്ട മാത്രമുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി പറയാൻ പോകുന്ന ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഐസി എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടാണ്. കുറേ അധികം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ന്യൂമറിക്കൽ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഹൗ ക്യാൻ വി ഐഡന്റിഫൈ എ 4 സ്ട്രോക്ക് എഞ്ചിൻ? ഒരു 4 സ്ട്രോക്ക് എഞ്ചിനെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? വാൾവ്, പോർട്ട്, കാവിറ്റീസ്, പാസേജസ്, ഇതിൽ ഏത് നോക്കിയിട്ടാണ് നമുക്കൊരു 4 സ്ട്രോക്ക് എഞ്ചിനെ പെട്ടെന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? നമ്മൾ എഞ്ചിന്റെ വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് അല്ലേ, ആദ്യം നമ്മൾ എഞ്ചിന്റെ ടെർമിനോളജി, എഞ്ചിന്റെ പാർട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കമ്പാരിസൺ പഠിക്കും. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പോയിന്റാണ് എന്ത് പറയുന്നത്? 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വാൾവുകളും പോർട്ടുകളും ആണ് എന്നല്ലേ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ആ 4 സ്ട്രോക്ക് എഞ്ചിന് എന്തുണ്ടായിരിക്കും? വാൾവ്സ് ഉണ്ടായിരിക്കും. 4 സ്ട്രോക്ക് എഞ്ചിന് വാൾവ്സ് ഉണ്ടായിരിക്കും. 2 സ്ട്രോക്ക് എഞ്ചിന് വാൾവുകൾ ഉണ്ടായിരിക്കില്ല. അതിന് പകരം നമുക്ക് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? പോർട്ടായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. 2 സ്ട്രോക്ക് എഞ്ചിന് പോർട്ടായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 2 സ്ട്രോക്ക് എഞ്ചിന്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 2 സ്ട്രോക്ക് എഞ്ചിന്റെ ഇവിടെ ഒരു ഇൻടേക്ക് പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒരു എക്സോസ്റ്റ് പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇത് ഇൻടേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ട്രാൻസ്ഫർ പോർട്ട്, ഒരു ബൈപ്പാസ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിലാണ് 4 സ്ട്രോക്ക് ആണ് എന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മളൊരു 4 സ്ട്രോക്ക് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുണ്ടാവും ഒരു ഇൻലെറ്റ് വാൾവ്, അതേപോലെ തന്നെ ഒരു എക്സോസ്റ്റ് വാൾവ്, അങ്ങനെ 2 വാൾവുകളും ഉണ്ടായിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ, വാൾവുകളായിരിക്കും ഒരു 4 സ്ട്രോക്ക് എഞ്ചിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നേരെ തന്നെ തിരിച്ചു വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, ഒരു 2 സ്ട്രോക്ക് എഞ്ചിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം അല്ലേ? അവിടെ പോർട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വാൾവുകൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ ആൻസർ വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാവുന്നതാണ്. Then next, what is the volume of the space above the piston at TDC? Piston TDCയിൽ നിൽക്കുന്ന സമയത്ത് പിസ്റ്റന്റെ ഹെഡിൽ മുകളിലോട്ടുള്ള വോളിയത്തെ പറയുന്ന പേരെന്താണ്? സെപ്റ്റ് വോളിയം, ക്ലിയറൻസ് വോളിയം, ടോട്ടൽ വോളിയം, ഡിസ്പ്ലേസ് വോളിയം. പിസ്റ്റന് TDCയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന് മുന്നോടിയായിട്ട് TDC എന്താണ്, BDC എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എഞ്ചിന്റെ ടെർമിനോളജി പഠിക്കുന്ന സമയത്ത്, എഞ്ചിൻ വർക്കിംഗ് പഠിക്കുന്നതിന് മുന്നേ പഠിക്കേണ്ട ഒരു സാധനമാണ് ടെർമിനോളജി എന്ന് പറയുന്നത് അല്ലേ. സോ ടെർമിനോളജി പഠിച്ചാൽ നമുക്ക് പറയാൻ എഞ്ചിന്റെ വർക്കിംഗ് ഒക്കെ പറയുന്ന സമയത്ത് ഈസി ആയിരിക്കും. കാരണം പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് ചലിക്കുന്നു, BDCയിൽ നിന്നും TDCയിലേക്ക് ചലിക്കുന്നു എന്നൊക്കെയൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ഒരു വെർട്ടിക്കൽ എഞ്ചിനെ കേസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കേട്ടോ, വെർട്ടിക്കൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത് TDCയും
അതേപോലെ തന്നെ ബി ഡി സിയും പറയുന്നത് വെർട്ടിക്കൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ. ഇത് വെർട്ടിക്കൽ എഞ്ചിന് പകരം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഐ ഡി സി ഒ ഡി സി നമ്മളല്ലേ ഇന്നർ ഡെഡ് സെന്റർ ഔട്ടർ ഡെഡ് സെന്റർ എന്നുള്ള രീതിയാണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ അധികം വെർട്ടിക്കൽ എഞ്ചിൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഐസ് എഞ്ചിന്റെ കേസിലൊക്കെ എടുക്കുമ്പോൾ. ഹൊറിസോണ്ടൽ എഞ്ചിൻസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, എങ്കിലും അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ടി ഡി സി എന്താണെന്നുള്ളത്, ബി ഡി സി എന്താ ടോപ്പ് ഡെഡ് സെന്റർ ആണ് അല്ലേ. ഏറ്റവും പിസ്റ്റൺ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടി ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ ടി ഡി സിയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വോളിയം അത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 വോളിയങ്ങളാണ് നമുക്ക് ഉണ്ടാകുക. ഒന്നാമത്തെ ക്ലിയറൻസ് വോളിയം, രണ്ടാമത്തെ സെപ്റ്റ് വോളിയം, മൂന്നാമത്തെ ടോട്ടൽ വോളിയം. ക്ലിയറൻസ് വോളിയം, സെപ്റ്റ് വോളിയം, ടോട്ടൽ വോളിയം. പിസ്റ്റൺ ടി ഡി സിയിൽ നിൽക്കുമ്പോൾ പിസ്റ്റന്റെ മുകളിലുണ്ട്. അപ്പോൾ ഇത് പിസ്റ്റൺ ടി ഡി സിയിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ വോളിയം അല്ലേ, ഈ വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ദെൻ പിസ്റ്റൺ താഴോട്ട് ചലിക്കുന്ന സമയത്ത് പിസ്റ്റന്റെ താഴെ ഡോട്ട് ലൈൻ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെയാണ് ഡോട്ടിൽ കാണിച്ചിട്ടില്ലേ. ഇവിടെ നിൽക്കുന്ന സമയത്ത് പിസ്റ്റന്റെ മുകളിൽ, അത് പിസ്റ്റൺ താഴോട്ട് ചലിച്ചപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഈ വോളിയം ഉണ്ടല്ലോ, ഈ വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത വോളിയാണ് എന്ത് പറയുന്നത്, ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ഇതിനെ സെപ്റ്റ് വോളിയം എന്ന് പറയാറുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്നും പറയാറുണ്ട് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് വോളിയം, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, പിസ്റ്റന്റെ ടി ഡി സിന്റെ മുകളിലായിരിക്കുമ്പോൾ അതിന്റെ വോളിയത്തെ നമ്മൾ പറയുന്നത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഈ ക്ലിയറൻസ് വോളിയം സെപ്റ്റ് വോളിയം റിലേഷൻ വെച്ചിട്ട് നമുക്കൊരു കംപ്രഷൻ റേഷ്യോ കണ്ടെത്താണ്ട് കംപ്രഷൻ റേഷ്യോന്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നോട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റിന്, നെക്സ്റ്റ് ക്വസ്റ്റിന്, വിച്ച് ഈസ് ദ കംപ്രഷൻ പ്രഷർ ഓഫ് സി ഐ എഞ്ചിൻ. കംപ്രഷൻ പ്രഷർ ഇപ്പോൾ ജസ്റ്റ് നേരത്തെ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ, വിച്ച് ഈസ് ദ കംപ്രഷൻ പ്രഷർ ഓഫ് എസ് ഐ എഞ്ചിൻ എന്നാണ് ചോദിച്ചത്. അടുത്ത ഒരു എക്സാമിന് വന്നത് വിച്ച് ഈസ് ദ കംപ്രഷൻ പ്രഷർ ഓഫ് സി ഐ എഞ്ചിനാണ് ചോദിച്ചത്. അപ്പോൾ കംപ്രഷൻ പ്രഷർ ഓഫ് സി ഐ എഞ്ചിന് ഏകദേശം ഇതിൽ നിന്ന് നോക്കുന്ന സമയത്ത് 90 to 160, 180 to 280, 290 to 390 അല്ലേ, 400 to 550 എന്നൊക്കെ പറയുന്നുണ്ട്. അറൗണ്ട് ഇതിലെ ആൻസർ വന്നപ്പോൾ നമുക്ക് 290 to 390 ആണ് ഏകദേശം നമുക്ക് എന്തില്ല ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് നോക്കി മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. പി എസ് ആൻസർ കീ പ്രകാരം ഇതായിരുന്നു ഫൈനൽ ആൻസർ കീയിൽ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഡ്രൈവിംഗ് എക്സോസ്റ്റ് ഗ്യാസസ് ഇൻ ടു 2-stroke എഞ്ചിൻ ഔട്ട് ഓഫ് ദി സിലിണ്ടർ? കമ്പസ്റ്റൻ, എക്സോസ്റ്റിംഗ്, ഇൻടേക്കിംഗ്, സ്കാവെഞ്ചിങ്. ദ പ്രോസസ് ഓഫ് ഡ്രൈവിംഗ് എക്സോസ്റ്റ് ഗ്യാസസ് ടു ദി 2-stroke എഞ്ചിൻ ഔട്ട് ദി സിലിണ്ടർ. 2-stroke എഞ്ചിനിൽ എക്സോസ്റ്റ് ഗ്യാസസിനെ പുറന്തള്ളുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പുതിയ ചാർജ് ഉപയോഗിച്ചിട്ട് ഓൾറെഡി ബേൺ ആയിട്ടുള്ള ഗ്യാസസിനെ പുറന്തള്ളുന്നതിന് ആ പ്രോസസ്സിന് പറയുന്ന പേര് കമ്പസ്റ്റൻ ആണോ, എക്സോസ്റ്റിംഗ് ആണോ, ഇൻടേക്കിംഗ് ആണോ, സ്കാവെഞ്ചിങ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം എന്താണ് സ്കാവെഞ്ചിങ് ആണ്. സ്കാവെഞ്ചിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു പ്രോസസ്സായിട്ട് വിടുന്നത്. സ്കാവെഞ്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ബേൺഡ് എക്സോസ്റ്റ് ഗ്യാസസ് ഫ്രം ദി സിലിണ്ടർ ബൈ റീപ്ലേസിംഗ് വിത്ത് ദ ഫ്രഷ് എയർ ഓർ ഫ്രഷ് എയർ ഫിൽ മിക്സ്ചർ. ഫ്രഷ് ചാർജ് ഉപയോഗിച്ചിട്ട് പഴയ ചാർജിനെ പുറന്തള്ളുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് സ്കാവെഞ്ചിങ് നടന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പസ്റ്റ് ചെയ്ത ഗ്യാസസ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ തങ്ങി നിൽക്കും. പുതിയ ചാർജിന്, ഫ്രഷ് ചാർജിന് സിലിണ്ടറിന്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. പുതിയ ചാർജ് സിലിണ്ടറിന്റെ അകത്തോട്ട് കയറിയാലേ നമുക്ക് എന്തുള്ളൂ, മാക്സിമം സിലിണ്ടർ അകത്ത് കയറി വോളിയോമെട്രിക് എഫിഷ്യൻസി നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം സിലിണ്ടറിന്റെ അകത്തോട്ട് കയറണം. സോ അതാണ് എന്ത് പറയുന്നത്, സ്കാവെഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി സ്കാവെഞ്ചിങ്ങിന്റെ 3 ടൈപ്പാണ് നമ്മൾ പറയുന്നുണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ക്രോസ് ഫ്ലോ, യൂണിഫ്ലോ അല്ലെങ്കിൽ ലൂപ്പ് ഫ്ലോ അല്ലെ. ലൂപ്പ് ഫ്ലോ, ക്രോസ് ഫ്ലോ, യൂണിഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻടേക്ക് പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ഒരേ വശത്താണെങ്കിൽ, പിസ്റ്റന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഒരു ഭാഗത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോർമലി എന്താണ് പറയാറുള്ളത്, ലൂപ്പ് ഫ്ലോ ആണ് അല്ലെ. ഇത് ലൂപ്പായിട്ടാണ് ഇങ്ങനെ വരാൻ. യൂണിഫ്ലോ എന്ന് പറയുന്നത് രണ്ടും 2 വശത്താണെന്നുണ്ടെങ്കിൽ കയറി വരുന്ന ഇൻടേക്ക് പോർട്ടും എക്സോസ്റ്റ് പോർട്ടും. ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫർ ആട്ടോ ഉദ്ദേശിക്കുന്നത്, കാരണം താഴത്ത് പോയി ക്രാങ്ക് കേസിൽ നിന്നും ട്രാൻസ്ഫർ പോർട്ട് വഴിയാണല്ലോ വരിക. സോ ട്രാൻസ്ഫർ പോർട്ടിന്റെ കേസാണ് എടുക്കേണ്ടത്. ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ഒരേ ഇതിലാണ് ഉപയോഗിക്കുന്നത് എന്ന്, ഒരു സിലിണ്ടറിന്റെ 2 വശത്താണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, യൂണിഫ്ലോ അല്ല ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് ക്രോസ് ഫ്ലോ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. യൂണിഫ്ലോ എന്ന് പറയുന്നത് എക്സോസ്റ്റ് എന്തായിരിക്കും, എപ്പോഴായിരിക്കും, മുകളിലായിരിക്കും, താഴത്തൂടെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, യൂണിഫ്ലോ എന്ന് പറയുന്നത്. ലൂപ്പ്, ക്രോസ്, യൂണിഫ്ലോ, ഈ 3 സ്കാവെഞ്ചിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആൻസർ വിൽ ബി സ്കാവെഞ്ചിങ്. ആൻസർ പറഞ്ഞാൽ സ്കാവെഞ്ചിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ വർക്കിംഗ് സൈക്കിൾ ഓഫ് ദി കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ? കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ, അതായത് നമുക്ക് CI എഞ്ചിൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡീസൽ എഞ്ചിൻ അല്ലെ. ഇതിന്റെ ഏതാണ് വർക്കിംഗ് സൈക്കിൾ? ഡീസൽ സൈക്കിൾ ആണോ, ഓട്ടോ സൈക്കിൾ ആണോ, സ്റ്റെർലിംഗ് സൈക്കിൾ ആണോ, റാങ്ക്ലിൻ സൈക്കിൾ ആണോ? റാങ്കൈൻ ആണ് നമ്മൾ നോർമലി റാങ്ക്ലിൻ സൈക്കിൾ ആണോ? അത് നല്ല ചോദ്യം അല്ലേ.
അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിലും ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഏതിലായിരിക്കും? ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിലുമാണ് അല്ലേ? ഡീസൽ സൈക്കിളിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും പറയുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത്. അതിലെ പ്രോസസ്സുകൾ അറിഞ്ഞിരിക്കണം. 4 പ്രോസസ്സ് ഉണ്ടെന്നും കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്, കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നും കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നും ഓരോന്നിനും പറയാറുണ്ട്. ഓട്ടോ സൈക്കിളിലെ കോൺസ്റ്റന്റ് വോളിയം, ബിക്കോസ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അതിനുമായി ബന്ധപ്പെട്ട് തന്നെ കേട്ടോ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡീസൽ എഞ്ചിനിലാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുന്നത്, അതുകൊണ്ട് അതിനെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നും പറയാറുണ്ട്. സോ ആൻസർ എന്തായിരിക്കും? ഡീസൽ സൈക്കിൾ ആയിരിക്കും ആൻസർ വരുന്നുണ്ടാകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത്, വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ ഹെവി വെഹിക്കിൾസ്? ഹെവി വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹെവി വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഹാൻഡ് ക്രാങ്കിങ് ആണോ, ഗ്യാസോലിൻ എഞ്ചിൻ ക്രാങ്കിങ് ആണോ, കംപ്രസ്ഡ് എയർ ക്രാങ്കിങ് ആണോ, അതേപോലെ ഇലക്ട്രിക്കൽ മോട്ടോർ ക്രാങ്കിങ് ആണോ? നമ്മൾ ഒരു ഡീസൽ എഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ പറയുന്നുണ്ട് അല്ലേ? ഹാൻഡ് ക്രാങ്കിങ്ങും റോപ്പ് ക്രാങ്കിങ്ങും ഒക്കെ പറയുന്നുണ്ട്. ഒരു ഹെവി വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ മോട്ടോർ ക്രാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എഞ്ചിനെ ക്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിന്റെ ഫ്ലൈ വീലിനോട് അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രിക് മോട്ടോർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് എന്ന് പറയുന്നത് അല്ലേ? നോർമലി നമ്മുടെ വാഹനങ്ങളിലൊക്കെ LMV പോലുള്ള വാഹനങ്ങളിലൊക്കെ 12 വോൾട്ട് ബാറ്ററിയാണ് കൊടുക്കുന്നത്. ഹെവി വാഹനങ്ങളിൽ 12 വോൾട്ട് ബാറ്ററി, 2 12 വോൾട്ട് ബാറ്ററിയെ സീരീസായി കണക്ട് ചെയ്ത് 24 വോൾട്ട് ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് മോട്ടറിൽ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും, സ്റ്റാർട്ടിങ്ങിന് കൊടുക്കുന്നുണ്ടായിരിക്കും. കാരണം അവിടെ ഹെവി ലോഡും ഹെവി കറണ്ടും വേണ്ട ഒരു ആവശ്യമുള്ളതായത് കൊണ്ട് തന്നെ കേട്ടോ, വലിയ എഞ്ചിനും കാര്യങ്ങളല്ലേ വരുന്നത്. സോ ഓപ്ഷൻ ഡി ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിന്, വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ? നമുക്ക് ഇവിടെ കുറച്ച് പവറിനെ കുറിച്ച് പഠിക്കണം അല്ലേ? നമ്മൾ പവറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ് പവർ, ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, ഹോഴ്സ് പവർ, ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, ഫ്രിക്ഷൻ ഹോഴ്സ് പവർ, ബ്രേക്ക് ഹോഴ്സ് പവർ, ഈ കാര്യങ്ങളൊക്കെ. ഇത് വെച്ചിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് എല്ലാ സമയത്തും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ? എന്താണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, പവർ ഡെവലപ്ഡ് ഇൻ ദ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിലുള്ള പവർ. പവർ ഡെവലപ്ഡ് ഇൻ ദ ഫ്ലൈ വീലുള്ള പവർ. പവർ ഡെവലപ്ഡ് ഇൻ ദ സിലിണ്ടറിൽ ഉള്ള പവർ. പവർ ഡെവലപ്ഡ് ഇൻ ദ വീലിലുള്ള പവർ. അതാണ് 4 പവറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ? IHP ഏതാണ്? എഞ്ചിന്റെ സിലിണ്ടറിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റഡ് പവർ എന്ന് അല്ലേ? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ കുതിരശക്തി. സോ എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ സിലിണ്ടർ ഈസ് കാൾഡ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. ബ്രേക്ക് പവർ എന്ന് പറയുന്നത് പവർ അവൈലബിൾ അറ്റ് ദി ഫ്ലൈ വീൽ ഓർ ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിലാണോ ഫ്ലൈ വീലാണോ നമുക്ക് പവർ ലഭിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ എഞ്ചിനിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഫ്ലൈ വീലിലോട്ട് പവർ ലഭിക്കുന്നതിന്റെ ഇടയിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറച്ച് പവർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും, ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ വേണം. സോ അങ്ങനെ പവർ ലോസ്റ്റ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമ്മൾ എന്ത് പറയുന്നു? ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് അല്ലേ? ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അതായത് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഈസിക്കൽ ടു എന്ത് പറയാം? ബ്രേക്ക് ഹോഴ്സ് പവർ. നമുക്ക് കിട്ടുന്ന പവർ പ്ലസ് നമുക്ക് നഷ്ടപ്പെട്ട പവർ, ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ആണ് എന്ന് പറയാം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇവിടെ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറാണ് ചോദിച്ചിട്ടുള്ളത്. പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദി എഞ്ചിൻ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ബിറ്റ്വീൻ VHP ആൻഡ് IHP. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അല്ലേ? ബ്രേക്ക് ഹോഴ്സ് പവറും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും തമ്മിലുള്ള റേഷ്യോനെ പറയുന്ന പേര് തെർമൽ എഫിഷ്യൻസി ആണോ, മെക്കാനിക്കൽ എഫിഷ്യൻസി ആണോ, പവർ എഫിഷ്യൻസി ആണോ, വോളിയോമെട്രിക് എഫിഷ്യൻസി ആണോ? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും തമ്മിലുള്ള റിലേഷനെ പറയുന്ന പേര് ഏതാണ് വരിക? മെക്കാനിക്കൽ എഫിഷ്യൻസി അല്ലേ? മെക്കാനിക്കൽ എഫിഷ്യൻസി ഇസ് ദ റേഷ്യോ ഓഫ് BHP to IHP. ബ്രേക്ക് ഹോഴ്സ് പവർ ടു ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. സോറി, ഇവിടെ എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ BHP ആണ് മുകളിൽ വരും കേട്ടോ. ഇവിടെ സെന്റൻസ് എഴുതിയ കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ബ്രേക്ക് ഹോഴ്സ് പവർ ടു ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഇൻറ്റു 100. ഇവിടെ എഴുതിയപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ എഴുതിയപ്പോൾ മാറിപ്പോയി. IHP മീൻസ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, BHP മീൻസ് ബ്രേക്ക് ഹോഴ്സ് പവർ. നെക്സ്റ്റ്, അപ്പോൾ ഓപ്ഷൻ
ബി മെക്കാനിക്കൽ എഫിഷ്യൻസി. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ദി ഓയിൽ പമ്പ് ടേക്സ് ഡ്രൈവ് ഫ്രം ദി എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ്. നമ്മൾ കുറേ അധികം ഓയിൽ പമ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ലൂബ്രിക്കേഷൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. സോ അവിടെ എല്ലാത്തിനും ഡ്രൈവ് എടുക്കുന്നത് ക്യാം ഷാഫ്റ്റ് എന്നാണ്, ക്യാം ഷാഫ്റ്റ് എന്നാണെന്ന് പറയും. എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റ് നിന്ന്, ക്യാം ഷാഫ്റ്റിന് ഡ്രൈവ് കിട്ടുന്ന ക്രാങ്ക് എന്നാണ്. സോ ക്യാം എന്നാണെന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. സോ ഇവിടെ പറയുന്നത് ഏതോ ഒരു പമ്പിന് മാത്രം നമുക്ക് എന്ത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഡ്രൈവ് ലഭിക്കുന്നുണ്ട്. പ്ലഞ്ചർ പമ്പാണോ, ഗിയർ പമ്പാണോ, വെയിൻ പമ്പാണോ, ക്രസൻറ്റ് പമ്പാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും, ഏത് പമ്പിനായിരിക്കും അവിടുന്ന് ഡ്രൈവ് ലഭിക്കുന്നുണ്ടായിരിക്കുക? ക്രസൻറ്റ് പമ്പ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്, ക്രസൻറ്റ് പമ്പിനാണ് നമുക്ക് എന്തിരുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഡയറക്റ്റ്ലി ഡ്രൈവ് ലഭിക്കുന്നത് ക്രസൻറ്റ് പമ്പിലാണ്. ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഒരൊറ്റ പമ്പിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട്, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ റീസൺ ഫോർ ഹൈ ഓയിൽ പ്രഷർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ റീസൺ ഫോർ ഹൈ ഓയിൽ പ്രഷർ? വേൺ ഔട്ട് മെയിൻ ബിയറിംഗ്, ഹൈ വിസ്കോസിറ്റി ഓഫ് ഓയിൽ, ഓയിൽ ഗാലറി ബ്ലോക്ക്ഡ് റിലീഫ് വാൾവ്. താഴെ പറയുന്നതിൽ ഓയിൽ പ്രഷർ കൂടാനുള്ള കാരണമല്ലാത്തത് ഏത് എന്നാണ് അല്ലേ. ഓയിലിൻ്റെ വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഓയിൽ പ്രഷർ കൂടൂലേ? ഓയിൽ പ്രഷർ കൂടും. ഓയിലിൻ്റെ ഗാലറി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഓയിൽ പ്രഷർ കൂടൂലേ? ഓയിൽ പ്രഷർ കൂടും. ഓയിലിൻ്റെ റിലീഫ് വാൾവ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഓയിൽ പ്രഷർ കൂടൂലേ? ഓയിൽ പ്രഷർ കൂടും. ഏതാവുമ്പോഴായിരിക്കും ഓയിൽ പ്രഷർ കൂടാത്തത്? ഏതായിരിക്കും? നോർമലി എന്താണ്, വേൺ ഔട്ട് ബിയറിങ്സ് അല്ലേ. ഒരു ബിയറിങ്സിൽ തേയ്മാനം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, ഓയിൽ പ്രഷറിനെ ബാധിക്കുമോ? ഒരിക്കലും ഓയിൽ പ്രഷറിനെ ബാധിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ആൻ ഓട്ടോ സൈക്കിൾ ദ കമ്പസ്റ്റൻ ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് ഹീറ്റ്. ഓട്ടോ സൈക്കിളിൽ അല്ലേ, നമുക്കറിയാലോ ഓട്ടോ സൈക്കിളിൽ മറ്റൊരു പേരും കൂടി ഉണ്ട്. എന്തായിരുന്നു? കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയല്ലേ. അപ്പോൾ കമ്പസ്റ്റൻ നടക്കുന്നത് എപ്പോഴാണ്? കമ്പസ്റ്റൻ നടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞൊക്കെ ഹീറ്റ് അഡീഷൻ അല്ലേ. ഹീറ്റ് അഡീഷൻ നടക്കുന്നത് എപ്പോഴാണ്? കോൺസ്റ്റന്റ് വോളിയത്തിൽ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അഡീഷൻ നടക്കുന്നത് ഓട്ടോ സൈക്കിളിൽ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, കോൺസ്റ്റന്റ് വോളിയം. The next question, in a 4-stroke IC engine the number of stroke covered for one revolution of the crankshaft is. ഒരു 4-stroke IC എഞ്ചിൻ ആണ്, അതിൽ നമ്പർ ഓഫ് സ്ട്രോക്ക് കവേർഡ് വൺ റവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അല്ലെ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര നമ്പർ ഓഫ് സ്ട്രോക്ക്, എത്ര സ്ട്രോക്ക് കവർ ചെയ്യും എന്നാണ് പറയുന്നത്. ഫോർ സ്ട്രോക്ക് IC എഞ്ചിൻ ദ നമ്പർ ഓഫ് സ്ട്രോക്ക്, എത്ര സ്ട്രോക്ക് അറിയും? 2 അല്ലേ? ഓപ്ഷൻ ബി 2. ഇവിടെ ഞാൻ ജസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോക്ക് എന്നപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് എന്താ കാര്യം, ഇവിടെ പവർ സ്ട്രോക്ക് എന്നാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയതാണ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ, ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര പവർ സ്ട്രോക്ക് കംപ്ലീറ്റ് ആകും എന്നാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര പവർ സ്ട്രോക്ക് കംപ്ലീറ്റ് ആകും എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. സോ അത് ശരിക്കും നോക്കിയിട്ട് ആൻസർ ചെയ്യണേ. അപ്പോൾ നമുക്കറിയാലോ ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 റൊട്ടേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് എന്തിനാ ഒരു പവർ സ്ട്രോക്ക് ലഭിക്കുന്നത്. ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ എത്ര സ്ട്രോക്ക് കവർ ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 സ്ട്രോക്ക് കവർ ചെയ്യുമ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാൻഡ് പ്രൈമിംഗ് പമ്പ് ഈസ് യൂസ്ഡ് ഇൻ ആൻ എഞ്ചിൻ വെൻ ദ എഞ്ചിൻ ഈസ് അറ്റ് ഐഡ്ലിംഗ് സ്പീഡ്, അറ്റ് ഫുൾ ലോഡ്, അറ്റ് ഫുൾ സ്പീഡ്, അറ്റ് റെസ്റ്റ്. നമ്മൾ ഹാൻഡ് പ്രൈമിംഗ് പമ്പ് ഉണ്ട് അല്ലേ, നമ്മൾ എയറൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ ഹാൻഡ് പ്രൈം ചെയ്തിട്ട് കളയും. FIPന്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ അടുത്ത് കാണാൻ പറ്റും, ഫീഡ് പമ്പിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടാവും. ഈ ഹാൻഡ് പ്രൈമിംഗ് പമ്പ് ഏത് സമയത്താണ് ചെയ്യേണ്ടതാണ്? വേണേൽ എഞ്ചിൻ ഈസ് ഇൻ ഐഡ്ലിംഗ് ആണോ, ഫുൾ സ്പീഡ് ആണോ, ഫുൾ ലോഡിലാണോ, അറ്റ് റെസ്റ്റിലാണോ എന്നുള്ളതാണ് അല്ലേ. ഏതായിരിക്കും ആൻസർ വരിക? അറ്റ് റെസ്റ്റ്. ഡയറക്റ്റ്ലി എഞ്ചിൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഹാൻഡ് പ്രൈമിംഗ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ തെർമോസ്റ്റാറ്റ് വാൾവ് ഈസ് സ്റ്റക്ക് ഇൻ ക്ലോസ്ഡ് പൊസിഷൻ വാട്ട് വിൽ ബി ദി റിസൾട്ട്? നമ്മളുടെ എഞ്ചിൻ്റെ കൂളൻ്റ് റേഡിയേറ്ററിലോട്ട് കടത്തി വിടേണ്ട ഒരാളാണ് തെർമോസ്റ്റാറ്റ് വാൾവ് എന്ന് പറയുന്നത്. ഈ തെർമോസ്റ്റാറ്റ് വാൾവ് എന്ത് ചെയ്യാണ്? അവിടെ സ്റ്റക്ക് ആകുകയാണ്, ക്ലോസ്ഡ് പൊസിഷനിൽ സ്റ്റക്ക് ആകുകയാണ്. എഞ്ചിൻ ഗെറ്റ്സ് ഓവർ ഹീറ്റ്, എഞ്ചിൻ ഗെറ്റ്സ് ഓവർ കൂൾഡ്, എഞ്ചിൻ ഡസ് നോട്ട് സ്റ്റാർട്ട്, എഞ്ചിൻ ഡസ് നോട്ട് സ്റ്റോപ്പ്. എന്താണ് പറയുന്നത്? എഞ്ചിൻ ഗെറ്റ്സ് ഓവർ ഹീറ്റ് അല്ലേ, എഞ്ചിൻ എന്താവും? ഓവർ ഹീറ്റ് ആവും. ക്ലോസ്ഡ് പൊസിഷനിൽ അത് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂളൻറ്റിനെ റേഡിയേറ്ററിലോട്ട് കടത്തി വിടാൻ പറ്റുമോ? ഇല്ല. സോ എഞ്ചിൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഓവർ ഹീറ്റ് ആവും. ഇതിൻ്റെ ഒരു ഓപ്പൺ പൊസിഷനിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ആദ്യം.
നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു ചെക്ക് ദ വാൾവ് ടാപ്പറ്റ് ക്ലിയറൻസ് ഓഫ് ഐ സി എഞ്ചിൻ? ഐ സി എഞ്ചിനിൽ വാൾവ് ടാപ്പറ്റ് ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിച്ച് ഗേജ്, ഫീലർ ഗേജ്, റേഡിയസ് ഗേജ്, ഓൾ ഓഫ് ദി അബോവ്. ഏതാണ്? നമ്മൾ ചെറിയ രീതിയിലുള്ള ക്ലിയറൻസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലേ ഗേജാണ് ഫീലർ ഗേജ് എന്ന് പറയുന്നത്. ഒരു ലീഫിൽ കുറേ അധികം ഫീലേഴ്സ് ഉണ്ടാവും. ആ ഫീലേഴ്സിലൊക്കെ ഓരോന്നിനും ഓരോ ഡയമീറ്റർ, ഓരോ തിക്നെസ് ആയിരിക്കും. ആ തിക്നെസ് വെച്ചിട്ട് അത് കറക്റ്റ് ആണോ എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്. വാൾവ് ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, വാൾവ് ലാഷ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെ വാൾവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ അതിന് പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡിപ്സ്റ്റിക് യൂസ്ഡ് ഇൻ ആൻ എഞ്ചിൻ? ഒരു എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഡിപ്സ്റ്റിക്കിന്റെ പർപ്പസ് എന്താണ് എന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? ടു ചെക്ക് ദ ഓയിൽ ഡെൻസിറ്റി, ഓയിലിന്റെ ഡെൻസിറ്റി ചെക്ക് ചെയ്യുക. ടു ചെക്ക് ദ ഓയിൽ ടെമ്പറേച്ചർ, ഓയിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. ടു ചെക്ക് ദ ഓയിൽ പ്രഷർ, ഓയിലിന്റെ പ്രഷർ ചെക്ക് ചെയ്യുക. ടു ചെക്ക് ഓയിൽ ലെവൽ, ഓയിലിന്റെ ലെവൽ ചെക്ക് ചെയ്യുക. എന്തായിരിക്കും വരിക? ഓയിലിന്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് അല്ലേ. ഒരു മെറ്റൽ റോഡാണ്, നമ്മൾ എഞ്ചിന്റെ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാവും, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് ഓയിലിന്റെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വാഹനം ഓടി വന്ന ഉടനെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പാടില്ല. കാരണം വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഓയിൽ വേറെ സ്ഥലത്തൂടെയൊക്കെ പുറം പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ, അളവ് എത്രത്തോളം ഓയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ലഭിക്കില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ടു ചെക്ക് ദ ഓയിൽ ലെവൽ, ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ? എഫ് എച്ച് പിന്റെ ഇക്വേഷൻ എന്താണെന്നാണ്? ഐ എച്ച് പി മൈനസ് ബി എച്ച് പി, ഐ എച്ച് പി പ്ലസ് ബി എച്ച് പി, ഐ എച്ച് പി ബൈ ബി എച്ച് പി, ഐ എച്ച് പി ഇൻറ്റു ബി എച്ച് പി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമുക്ക് ടോട്ടലി എഞ്ചിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവറിനാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറിൽ നിന്ന് ബ്രേക്ക് ഹോഴ്സ് പവർ ആണ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ ലഭിക്കുന്ന പവർ, ക്രാങ്ക് ഷാഫ്റ്റ് ഫ്ലൈ വീൽ ലഭിക്കുന്ന പവർ, പ്ലസ് നമുക്ക് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ആണ് നമുക്ക് എന്ത് വരുന്നത്? നഷ്ടപ്പെടുന്ന, ഫ്രിക്ഷൻ കാരണം നഷ്ടപ്പെടുന്ന പവർ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എഫ് എച്ച് പി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരെ ബി എച്ച് പിനെ പുറത്തുകൊണ്ട് ഉണ്ടായാൽ മതി. ഐ എച്ച് പി മൈനസ് എന്താണ് വരുന്നത്? ബി എച്ച് പി, ഐ എച്ച് പി മൈനസ് ബി എച്ച് പി. അപ്പോൾ ഫ്രിക്ഷൻ ഹോഴ്സ് പവർ കാണാം. നമുക്ക് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷണൽ ഹോഴ്സ് പവറിനെ കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാളിറ്റി ഡിറ്റർമൈൻ ദ ബേണിംഗ് പ്രോപ്പർട്ടി ഓഫ് ഡീസൽ ഫ്യൂൽ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാളിറ്റി ഡിറ്റർമൈൻ ദ ബേണിംഗ് പ്രോപ്പർട്ടി ഓഫ് ഡീസൽ ഫ്യൂൽ? ഡീസൽ ഫ്യൂലിന്റെ ക്വാളിറ്റി നമ്മൾ എന്തിനാണ് അല്ലേ? വിസ്കോസിറ്റി, വോളിയം, ഒക്ടേൻ നമ്പർ, സീറ്റേൻ നമ്പർ. നമ്മൾ പെട്രോൾ എഞ്ചിന്റെ ക്വാളിറ്റിയും പറയാറുണ്ട്, ഡീസൽ എഞ്ചിന്റെ ക്വാളിറ്റിയും പറയാറുണ്ട് അല്ലേ. ഇഗ്നിഷൻ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം സിമ്പിളായിട്ട്. ഇഗ്നിഷൻ ക്വാളിറ്റി മെൻഷൻ ചെയ്യാറുള്ള രണ്ട് നമ്പറിലാണ്. ഏതിലൊക്കെയാണ് വരിക? ഡീസൽ എഞ്ചിന്റെ നമുക്ക് സീറ്റേൻ നമ്പറിലും പെട്രോൾ എഞ്ചിന്റെ നമ്മൾ ഒക്ടേൻ നമ്പറിലുമാണ് ചെയ്യാറുള്ളത്. മാറണ്ട. ഡീസൽ എഞ്ചിന്റെ സീറ്റേൻ നമ്പറും പെട്രോൾ എഞ്ചിന്റെ ഒക്ടേൻ നമ്പറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലിയറൻസ് വോളിയം ഈസ് 10 cc ആൻഡ് സെപ്റ്റ് വോളിയം ഈസ് 90 cc. വാട്ട് ഈസ് ദ കംപ്രഷൻ റേഷ്യോ? ഞാനിത് പറഞ്ഞത് ന്യൂമറിക്കൽ പ്രോബ്ലം വന്നിട്ടുണ്ടെന്ന് പറയാനാണ്. ന്യൂമറിക്കൽ എന്ന് പറയാം, പക്ഷെ പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതൊരു ക്ലിയറൻസ് വോളിയം. എന്താണ് ക്ലിയറൻസ് വോളിയം? നമ്മൾ പറഞ്ഞില്ലേ, പിസ്റ്റൺ ടി ഡി സിയിലായിരിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വോളിയത്തെയാണ് നമ്മൾ എന്താണ് ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞത്. പിസ്റ്റൺ ഇങ്ങനെ ചലിച്ചിട്ട് ബി ഡി സിയിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ഈ വോളിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞത് അല്ലേ. നമ്മൾ വി എസും വി സിയും എന്നുള്ള അതുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. സോ 10 cc ആണ് ക്ലിയറൻസ് വോളിയം, 90 cc ആണ് സെപ്റ്റ് വോളിയം എങ്കിൽ എന്തായിരിക്കും അതിന്റെ കംപ്രഷൻ റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ കംപ്രഷൻ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ കംപ്രഷൻ റേഷ്യോ ഈസിക്കൽ ടു എന്താണ്? സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. അതായത് ടോട്ടൽ വോളിയം, സെപ്റ്റ് വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. അതാണ് നമുക്ക് അതിന്റെ ഇക്വേഷൻ വരുന്നത്. വി എസ് പ്ലസ് വി സി ബൈ വി സി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എസ് 90 ആണ്, വി സി 10 ആണ്. അപ്പോൾ 90ഉം 10ഉം 100 ഉണ്ടാവും. 100 ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം 10, 100 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ആൻസർ 10 കിട്ടും. ന്യൂമറിക്കൽ എന്ന് പറയാം, പക്ഷെ നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ എന്തായിരിക്കും? 10:1 ആയിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 10:1 ആണ് നമ്മളുടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഗ്നിഷൻ അഡ്വാൻസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്രാങ്ക് ആംഗിൾ, millimeter of piston travel from before TDC, time in milliseconds, all of the above. ഇഗ്നിഷൻ അഡ്വാൻസ് ചെയ്യാറുണ്ട് നമ്മൾ. ഇഗ്നിഷൻ അഡ്വാൻസ് മെക്കാനിസം കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നിഷൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്.
അതിൽ ഇഗ്നീഷൻ അഡ്വാൻസ് എന്തിനാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ഏത് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അത് ഇത്ര ക്രാങ്ക് ആംഗിളിലാണോ, അല്ലെങ്കിൽ പിസ്റ്റൺ ടി ഡി സി നിന്ന് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ഇൻ മില്ലിമീറ്ററിലാണോ, അല്ലെങ്കിൽ ടൈമിലാണോ, ഇത്ര മില്ലി സെക്കൻഡ് ടൈമിലാണോ, അതോ ഓൾ ഓഫ് ദി അബോവ്. നമ്മൾ ഇഗ്നീഷൻ അഡ്വാൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അല്ലേ, അതായത് എത്ര ഇഗ്നീഷൻ അഡ്വാൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എത്ര അഡ്വാൻസ് ആയിട്ട് എയർ ഫ്യൂൽ മിക്സ്ചർ അതിൽ പോയിട്ട് പിസ്റ്റൺ ടി ഡി സിയിൽ എത്തിയിട്ട് കത്തണം അല്ലെങ്കിൽ ഇഗ്നീഷൻ കൊടുക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇത് ഈ 3 മെത്തേഡിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സ്പ്രസ് ചെയ്യാറുണ്ട്. മെഷർ ഡിഗ്രി ബിഫോർ ടി ഡി സി, ടി ഡി സിൻ്റെ എത്ര ഡിഗ്രി മുന്നേ, ക്രാങ്ക് ആംഗിൾ എന്ന് പറയുന്നതാണ് ടി ഡി സിൻ്റെ ഒരു 10 ഡിഗ്രി മുന്നേ, 5 ഡിഗ്രി മുന്നേ എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ചില സ്പെഷ്യൽ എഞ്ചിൻസിൽ, സം കേസ് ഓഫ് എഞ്ചിൻസിൽ എന്താ പറയുന്നത്, പിസ്റ്റൻ്റെ ഒരു ഇത്ര പിസ്റ്റൺ ടി ഡി സിയിലോട്ട് എത്തുന്നതിൻ്റെ ഒരു 10 മില്ലിമീറ്റർ മുന്നേ എന്നുള്ള പറയാറുണ്ട്. പിസ്റ്റൻ്റെ ട്രാവൽ, പിസ്റ്റൻ്റെ ലെങ്ത് വെച്ചിട്ട് അല്ലേ, സെപ്റ്റ് വോളിയത്തിൻ്റെ ഒക്കെ ആ ഭാഗത്ത് നമ്മളെ പിസ്റ്റൻ്റെ സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ അവിടെ നമ്മൾ എടുക്കാറുണ്ട്. ദെൻ മില്ലി സെക്കൻഡ്സ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ക്രാങ്കിൻ്റെ ഈ ടൈപ്പ് ഇതിലേക്ക് എത്താൻ ആവശ്യമായ പിസ്റ്റൺ ടി ഡി സിക്ക് എത്തുന്ന സമയത്തിന് എത്ര മില്ലി സെക്കൻഡ് മുന്നേ എന്നുള്ള രീതിയിലും നമ്മൾ പറയാറുണ്ട്. സോ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും, ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും ആൻസർ. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന്, ദ എസ്കേപ്പ് ഓഫ് ബേൺഡ് ഗ്യാസസ് ഫ്രം ദി കമ്പസ്റ്റിൻ ചേംബർ പാസ്റ്റ് ഓഫ് ദി പിസ്റ്റൺ ഇൻ ടു ദി ക്രാങ്ക് കേസ് ഈസ് കാൾഡ്. കമ്പസ്റ്റിൻ നടക്കുന്ന സമയത്ത് കമ്പസ്റ്റിൻ ചേംബറിൽ നിന്ന് ബേൺഡ് ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രാങ്ക് കേസിലോട്ട് ലീക്ക് ആവുന്നത് അല്ലെങ്കിൽ ക്രാങ്ക് കേസിലോട്ട് പാസ് ചെയ്യുന്നതിനെ അല്ലെ പോകുന്നതിനെ പറയുന്ന പേര് ഗ്യാസ് ലോസ് ആണോ, ബ്ലോ ബൈ ആണോ, ബൈപ്പാസ് ആണോ, പാസ്ഡ് ഗ്യാസ് ആണോ? നമ്മൾ എന്താ പറയുന്നത്, നമുക്കിവിടെ ഒരു എഞ്ചിന്റെ സിലിണ്ടർ ഉണ്ട്, ഇവിടെ നമുക്ക് പിസ്റ്റൺ ഉണ്ട്. ഇതിന്റെ പിസ്റ്റന്റെ മുകളിലായിരിക്കും പിസ്റ്റൺ റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിസ്റ്റന്റെ മുകളിലായിരിക്കും കമ്പസ്റ്റിൻ നടക്കുന്നത്, ഇവിടെ നമ്മളെ കമ്പസ്റ്റിൻ നടക്കുന്നത്. കമ്പസ്റ്റിന്റെ പ്രഷർ കാരണം പിസ്റ്റന്റെ റിങ്സിലൊക്കെ വല്ല തേയ്മാനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വാളിലൊക്കെ തേയ്മാനം ഉണ്ടെങ്കിൽ ഇതിന്റെ കമ്പസ്റ്റിംഗ് ഗ്യാസ് എന്ത് ചെയ്യും, ഇതിന്റെ മുകളിലോട്ട് താഴത്തോട്ട് ലീക്ക് ഔട്ട് ആവും. ഇങ്ങനെ ലീക്ക് ഔട്ട് ആവുന്ന ഗ്യാസിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലോ ബൈ ഗ്യാസസ് അല്ലെ. ബ്ലോ ബൈ ഗ്യാസസ് ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്ലോ ബൈ എന്ന് പറയുന്നത് അല്ലെ, ബ്ലോ ബൈ അല്ലെങ്കിൽ ബ്ലോ ബൈ ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ആൻസർ വിൽ ബി ബ്ലോ ബൈ. ഈ ബ്ലോ ബൈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രാങ്ക് കേസ് ഓയിൽ ഉണ്ട്, ഈ ഓയിലിൽ മിക്സ് ആവുന്നു, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തേണെന്ന് പറഞ്ഞാൽ നേരെ അറ്റ്മോസ്ഫിയറിലോട്ട് കടത്തി വിടുക. ഇവിടെ ഒരു ഹോൾ എത്തുക, അവിടെ ഒരു ഹോൾ എത്തുക, ഒരു ബ്രീത്തർ ഹോൾ എടുത്തിട്ട് എയർ അന്തരീക്ഷത്തിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ പുറത്ത് വിടുക. അത് പക്ഷേ ഹാംഫുൾ ആണ്. ഈ കത്തി വരുന്ന പുക എന്ന് പറയുന്ന കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങളൊക്കെ ഉള്ള പുകയാണ്, സ്മോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാസസ് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് വീണ്ടും ഇൻലെറ്റിലോട്ട് തന്നെ കൊടുക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, PCV സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതാണ് കേട്ടോ ബ്ലോ ബൈയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. സോ ഓപ്ഷൻ ബി ബ്ലോ ബൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഇൻ ടു സ്ട്രോക്ക് എഞ്ചിൻ വാട്ട് റീപ്ലേസസ് ദ വാൾവ് ഓഫ് ദ 4 സ്ട്രോക്ക് എഞ്ചിൻ? ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിൽ വാൾവിന് പകരം എന്താണ് അവിടെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? വാൾവിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അവിടെ പകരം എന്തായിരിക്കും? ഫൈൻസ് ആണോ, പോഡ്സ് ആണോ, നോച്ചസ് ആണോ, ട്യൂബ്സ് ആണോ എന്നാണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡയറക്റ്റ് ആൻസറിലോട്ട് പോവുകയാണ്, എന്തായിരിക്കും? പോർട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക. 2 സ്ട്രോക്ക് എഞ്ചിൻസിൽ പോർട്ടുകൾ, 4 സ്ട്രോക്ക് എഞ്ചിൻസിൽ വാൾവ്. ഇതായിരിക്കും നമുക്ക് അവിടെ കാണാൻ കഴിയുക. നെക്സ്റ്റ് കേസ്, അടുത്ത ക്വസ്റ്റ്യന്, the fuel is injected into the cylinder in diesel engine when the piston is exactly at TDC after compression stroke, exactly at BDC before compression stroke, approaching to TDC during compression stroke, approaching to TDC during compression stroke, during exhaust stroke. എന്താണ് പറയുന്നത്? അതായത് ഒരു ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന, ഒരു ഡീസൽ എഞ്ചിനിൽ ഒരു ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് സിലിണ്ടറിലോട്ട് അല്ലേ. അത് എപ്പോഴാണ്? പിസ്റ്റൺ എവിടെ എത്തുമ്പോഴാണ്? പിസ്റ്റൺ TDCയിൽ എത്തുമ്പോഴാണോ? കറക്റ്റ്. അതായത് നമുക്കറിയാം, നമ്മൾ പിസ്റ്റൺ TDC എന്ന പൊസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതേപോലെ പിസ്റ്റൺ BDC എന്ന് പറഞ്ഞ പൊസിഷനും പഠിച്ചിട്ടുണ്ട്. കംപ്രഷൻ സ്ട്രോക്കിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്ട്രോക്ക് താഴോട്ട് പോയി, ദെൻ നെക്സ്റ്റ് കംപ്രഷൻ സ്ട്രോക്ക് എന്ത് ചെയ്യുന്നു, BDCയിൽ നിന്നും മുകളിലോട്ട് വരുന്നു, ദെൻ പവർ സ്ട്രോക്ക് താഴോട്ട് വരുന്നു അല്ലേ. പവർ സ്ട്രോക്ക് താഴോട്ട് വരുന്നു, എക്സോസ്റ്റ് സ്ട്രോക്ക് മുകളിലോട്ട് പോകുന്നു. ഇങ്ങനെ 4 സ്ട്രോക്കാണ് നമ്മൾ പറയുന്നത്. മുകളിലോട്ട് എന്ന് പറയുന്നില്ല, TDC നിന്ന് BDCയിലോട്ട്, BDC നിന്ന് TDCയിലോട്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ്, ദ ഫ്യൂൽ ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദി സിലിണ്ടർ ഇൻ ദി എഞ്ചിൻ വെൻ ദ പിസ്റ്റൺ എവിടെ വെച്ചിട്ടാണ്
ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതായത് കംപ്രഷൻ നടന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഇഞ്ചെക്ട് ചെയ്യുന്ന കമ്പസ്റ്റൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള ഇത് ചെയ്യുന്നത്. കറക്റ്റ് TDCയിൽ എത്തുന്ന സമയത്താണോ അതോ ബിഫോർ കംപ്രഷൻ സ്ട്രോക്കിൽ BDCന്റെ ഫ്രണ്ടിൽ മുന്നിലാണോ അതോ അപ്രോച്ചിങ് ടു TDC ഡ്യൂറിങ് കംപ്രഷൻ സ്ട്രോക്ക്? കംപ്രഷൻ സ്ട്രോക്കിൽ TDCയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴാണോ അതോ എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ സമയത്താണോ? ഏതായിരിക്കും അറിയില്ല. കംപ്രഷൻ സ്ട്രോക്കിൽ TDCയിൽ എത്തുന്നതിന് തൊട്ട് മുന്നോടിയായി അപ്രോച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മൾ അവിടെ ഫ്യൂവലിനെ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നമുക്ക് ആ ഫ്യൂവലിനെ അതിലോട്ട് മിക്സ് ചെയ്യാനുള്ള അല്ലെ ഒരു സമയം കൂടി വേണം, മിക്സ് ചെയ്ത് കമ്പഷൻ നടക്കണം. സോ ഡ്യൂറിങ് TDC ഡ്യൂറിങ് കംപ്രഷൻ സ്ട്രോക്ക് അപ്രോച്ചിങ് തൊട്ടടുത്തേക്ക് എത്തുന്ന സമയത്ത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ടൈപ്പ് എഞ്ചിൻ. ഒരു സ്ക്വയർ ടൈപ്പ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്വയർ ടൈപ്പ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ എഞ്ചിൻ എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് എഞ്ചിൻ എന്ന് പറയാം. ആ സ്ക്വയർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഫസ്റ്റ് പറയുന്നത് സ്ക്വയർ എഞ്ചിൻ ഹാസ് ജോമെട്രിക്കലി സ്ക്വയർ ഷേപ്പ്. ജോമെട്രിക്കലി അത് സ്ക്വയർ ആണ് ഷേപ്പ് എന്ന് പറയുന്നുണ്ട്. ഹാസ് 2 വെർട്ടിക്കൽ ആൻഡ് ഒറിസോണ്ടൽ സിലിണ്ടേഴ്സ്. 2 വെർട്ടിക്കലും ഒറിസോണ്ടൽ സിലിണ്ടേഴ്സ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഹാസ് സ്ക്വയർ സിലിണ്ടേഴ്സ് സ്ക്വയർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സ്ക്വയർ സിലിണ്ടർ എന്ന് പറയാൻ പറ്റില്ല, റൗണ്ടിൽ സിലിണ്ടർ ആണ്. ദെൻ നെക്സ്റ്റ് ഹാസ് സിലിണ്ടർ ബോർ ഈക്വൽ ടു ദി സ്ട്രോക്ക് ലെങ്ത്. സിലിണ്ടറിന്റെ ബോറും സ്ട്രോക്കും ഈക്വൽ ആണെങ്കിൽ എന്നും പറയുന്നുണ്ട് അല്ലേ. എന്താ വരിക? അതല്ല വരിക. ഒരു സ്ക്വയർ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരു സിലിണ്ടർ എടുക്കാം. ഒരു സിലിണ്ടറിന്റെ ഡയമീറ്ററിനാണ് നമ്മൾ ബോർ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രോക്ക് പിസ്റ്റൺ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രോക്ക് എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, ബോർ എന്ന് പറയുന്നു. ഈ ബോറും സ്ട്രോക്കും ഈക്വൽ ആണെങ്കിൽ, അതായത് ബോർ ഈക്വൽ ടു സ്ട്രോക്ക് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വയർ എഞ്ചിൻ എന്ന് പറയുന്നത്. സ്ക്വയർ എഞ്ചിൻ ബോറും സ്ട്രോക്ക് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആയിട്ടല്ലേ. ഇതിപ്പോൾ ബോറും സ്ട്രോക്ക് ഈക്വൽ അല്ല, ബോറിനേക്കാളും കൂടുതലാണ് സ്ട്രോക്ക് എന്ന് പറയാം അല്ലേ. സോ ബോറും സ്ട്രോക്കും ഈക്വൽ ആണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വയർ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2 എഞ്ചിൻസ് ഉണ്ട്. ഒന്ന് ഓവർ സ്ക്വയർ എഞ്ചിനും രണ്ടാമത്തെ അണ്ടർ സ്ക്വയർ എഞ്ചിനും. ഓവർ സ്ക്വയർ എഞ്ചിൻ എന്ന് പറയുന്നത് ബോർ ഗ്രേറ്റർ ദാൻ സ്ട്രോക്കിനേക്കാളും ബോർ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർ സ്ക്വയർ എഞ്ചിൻ എന്നും, അണ്ടർ സ്ക്വയർ എഞ്ചിൻ ആണെങ്കിൽ ബോർ ഈസ് ലെസ് ദാൻ സ്ട്രോക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അണ്ടർ സ്ക്വയർ എഞ്ചിൻ എന്നും നമ്മൾ പറയാറുണ്ട്. സോ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഹാസ് സിലിണ്ടർ ബോർ ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് ലെങ്ത്. സിലിണ്ടർ ബോർ സ്ട്രോക്ക് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ്, ക്രൗണിങ് ഓഫ് പുള്ളീസ് ആർ ഡൺ ഫോർ. നമ്മൾ ഐസ് എഞ്ചിൻസിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം കഴിഞ്ഞിട്ട് അടുത്ത ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രൗണിങ് ഓഫ് പുള്ളീസ് ആർ ഡൺ ഫോർ. പുള്ളികളിൽ ക്രൗണിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് നമുക്കറിയാം, ഒരു ബെൽറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാത്ത പേപ്പേഴ്സ് കുറവാണ്. കാരണം എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രൗണിങ് ഓഫ് പുള്ളീസ് ആർ ഡൺ ഫോർ. അത് തിരിച്ചും മറിച്ചും ചോദിക്കും. ചിലപ്പോൾ ആ പ്രോസസ്സ് പറഞ്ഞിട്ട് അതിന് താഴത്തെ ഓപ്ഷൻസിൽ ക്രൗണിങ് ഉണ്ടാവും, അങ്ങനെയും വരാറുണ്ട്. നമ്മൾ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ആണ് ബെറ്റർ ബെൽറ്റ് ലൈഫ്, രണ്ടാമത്തെ ലെസ്സർ ചാൻസ് ഓഫ് ബെൽറ്റ് റണ്ണിങ് ഓഫ്, മൂന്നാമത്തെ ലെസ് ബെൽറ്റിക് സ്ലിപ്സ്, നൺ ഓഫ് ദീസ്. എന്താണ് വരുന്നത്? ക്രൗണിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലെസ്സർ ചാൻസ് ടു ബെൽറ്റ് റൺ ഓഫ്. ബെൽറ്റ് അതിന്റെ ആ ബെൽറ്റ് പുള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, പുള്ളിയിൽ നിന്ന് സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കറക്റ്റ് പ്രോപ്പറായിട്ട് ആ ബെൽറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, പുള്ളിന്റെ സെൻറ്ററിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. സെൻട്രലായിട്ട് അലൈൻമെന്റിൽ നിൽക്കും. പിന്നെ എന്ത് ചെയ്യുന്നില്ല, പുള്ളിയിലൂടെ ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയില്ല, മിസ് അലൈൻമെന്റ് കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കൂല. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക, ലെസ്സർ ചാൻസ് ഓഫ് ബെൽറ്റ് റൺ ഓഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ ഫേസ് ഓഫ് പുള്ളി ഈസ് ക്രൗണ്ട് ഇൻ പവർ ട്രാൻസ്മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. വൈ ദ ഫേസ് ഓഫ് ദി പുള്ളി ക്രൗണ്ട് ഇൻ പവർ ട്രാൻസ്മിഷൻ. പവർ ട്രാൻസ്മിഷനിൽ പുള്ളിയുടെ ഫേസ് എന്തിനാണ് ക്രൗൺ ചെയ്തിരിക്കുന്നത് അല്ലെ? ഇൻക്രീസ് ഇൻ ടെൻഷൻ, ഇൻക്രീസ് ദ ടെൻഷൻ, അലോ ദ പുള്ളി ഫ്രീ റൊട്ടേഷൻ, കീപ് ദ ബെൽറ്റ് സെൻട്രലൈസ്ഡ്. ബെൽറ്റ് പ്രോപ്പറായിട്ട് സെൻട്രലൈസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറയണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെയാണ് അതിന്റെ ഓപ്ഷൻസിൽ, അല്ലെങ്കിൽ അതിലുമായി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞ തന്നെയാണ്. സോ കീപ് ദ ബെൽറ്റ് സെൻട്രലൈസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ജോക്കി പുള്ളി ഇൻ എ ബെൽറ്റ് ഡ്രൈവ്. ഒരു ബെൽറ്റ് ഡ്രൈവില് അല്ലെ, ഒരു ബെൽറ്റ് ഡ്രൈവിൽ ജോക്കി പുള്ളിന്റെ പർപ്പസ് എന്താണ്? ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ബെൽറ്റ് ഡ്രൈവില് ഒരു ജോക്കി പുള്ളിന്റെ പർപ്പസ് എന്താണ് എന്നാണ്. ടു മെയിൻറ്റെയിൻ ദ ടെൻഷൻ, ടു ഡിക്രീസ് ദ ടെൻഷൻ, കീപ് ദ ബെൽറ്റ് സെൻട്രലൈസ്ഡ്, ടു അലോ ഫ്രീ റൊട്ടേഷൻ ഓഫ് പുള്ളി.
ഏതായിരിക്കും വരിക? ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ടെൻഷനിൽ ബെൽറ്റ് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ജോക്കി പുള്ളി നമ്മൾ ബെൽറ്റ് ഡ്രൈവിൽ കൊടുക്കുന്നത് അല്ലേ? ഈ ജോക്കി പുള്ളിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഐഡിലർ പുള്ളി കേട്ടോ, ടെൻഷനർ പുള്ളി. കാരണം നമുക്ക് ഇത് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഐഡിലർ പുള്ളി എന്നുള്ള പേരിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ജോക്കി പുള്ളി ഈസ് ആൾസോ കാൾഡ് ഐഡിലർ പുള്ളി ഓർ ടെൻഷനർ പുള്ളി ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ കറക്റ്റ് ടെൻഷൻ ഇൻ ദ ബെൽറ്റ്. It compensates for belt stretch and wear, ensuring efficient power transmission for preventing belt slippage. The next question, answer to maintain the tension. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How to adjust the tension of the belt between two fixed pulleys? രണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള പുള്ളീസിൽ തമ്മിലുള്ള ടെൻഷൻ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ബൈ സ്ലൈഡിങ് ദി പുള്ളി, ബൈ ഫിക്സിങ് ഐഡിലർ പുള്ളി, ബൈ അഡ്ജസ്റ്റിംഗ് ദി സ്ക്രൂ ഓഫ് പുള്ളി, by adjusting the length of belt. എന്തായിരിക്കും? രണ്ട് ഫിക്സ്ഡ് പുള്ളി കേട്ടോ, ഇവിടെ രണ്ട് ഫിക്സ്ഡ് പുള്ളി എന്ന് പ്രത്യേകം പറഞ്ഞേ. നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വേറെ ഓപ്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. സോ രണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള പുള്ളിയിൽ നമുക്ക് എന്താണ് ബെൽറ്റിന്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ പുള്ളികൾക്ക് ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബെൽറ്റ് പോകുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഐഡിലർ പുള്ളി സെറ്റ് ചെയ്ത് വെക്കുന്നു അല്ലേ? ടു ഫിക്സിങ് ഐഡിലർ പുള്ളി. വെൻ ദ ബോത്ത് പുള്ളീസ് ആർ ഫിക്സ്ഡ്, ദ സെൻട്രൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം കനോട്ട് ബി ചേഞ്ച്ഡ്. നമുക്ക് അതിന്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു പുള്ളി ഉണ്ട്, ഇവിടെ ഒരു പുള്ളി ഉണ്ട്. ഇത് ഫിക്സ്ഡ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഞാൻ ഇവിടെ ഒരു എൽ എടുത്തു, ഈ എൽ ആണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും എന്തായിരിക്കും? എൽ തന്നെ ആയിരിക്കും, മാറ്റം ഉണ്ടായിരിക്കില്ല. സോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് ഫിക്സ്ഡ് പുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ. ഫിക്സ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം, സ്ക്രൂവിനെ അങ്ങോട്ട് വെച്ചിട്ട് നീക്കൊക്കെ ചെയ്യാം. സോ ഡിസ്റ്റൻസ് കനോട്ട് ബി ചേഞ്ച്. ദെയർഫോർ എ ബെൽറ്റ് ടെൻഷൻ ഈസ് അഡ്ജസ്റ്റ് ബൈ ഇൻസ്റ്റാളിംഗ് ഐഡിലർ പുള്ളി വിച്ച് ഇസ് അഗെയിൻസ്റ്റ് ദ പ്രസിംഗ് ദ ബെൽറ്റ് മെയിൻറ്റെയിൻ ദ കറക്റ്റ് ടെൻഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബെൽറ്റിൽ ഇവിടെ ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഐഡിലർ പുള്ളി ആഡ് ചെയ്തിട്ട് അല്ലേ, ഒരു ഐഡിലർ പുള്ളി ആഡ് ചെയ്തിട്ട് ബെൽറ്റിന്റെ ടെൻഷനെ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ടു ബൈ ഫിക്സിങ് ആൻ ഐഡിലർ പുള്ളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇൻ ദ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ബെൽറ്റ് ടെൻഷൻ? ബെൽറ്റിന്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ 4 ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം കേട്ടോ. ജസ്റ്റ് സമയമെടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, കുറച്ചധികം സമയമെടുത്ത് തന്നെ വായിച്ചോ, ഒരു പ്രോബ്ലം അല്ല. വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പുള്ളീസ് ഈസ് ഫിക്സ്ഡ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പുള്ളീസ് ഈസ് ഫിക്സ്ഡ്, ദ ടെൻഷൻ ഓഫ് ദി ബെൽറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ബൈ ദി അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ. ടെൻഷൻ ഓഫ് ദി ബെൽറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ബൈ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ. അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിയെന്നില്ല നമുക്ക് മനസ്സിലാവും. When the distance between two pulleys are not fixed, the tension of the belt is adjustment using an idler. When the distance between two pulleys are fixed, the tension of the belt is adjusting using idler. When the distance between two pulleys are not fixed, the tension of the belt is adjusted by a adjusting screw. ഏതായിരിക്കും ആൻസർ വരിക അല്ലേ? അതായത് പുള്ളി ഫിക്സ്ഡ് ആണെങ്കിൽ, രണ്ട് പുള്ളീസ് ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. രണ്ട് പുള്ളിയും ഫിക്സ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഐഡിലർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ്? ഫിക്സ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഐഡിലർ ഉപയോഗിക്കാം, നോട്ട് ഫിക്സ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ഉപയോഗിക്കാം. സോ 3ഉം 4ഉം വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി ബെൽറ്റ് ഫാസ്റ്റനർ ടൈപ്പ്. താഴെ കാണിച്ചിട്ടുള്ള ഇതിൽ ബെൽറ്റ് ഫാസ്റ്റനർ ടൈപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അലിഗേറ്റർ, ക്രീപ്പ്, ജാക്സൺ, റെഗിലെ. ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ നമുക്ക് വരുന്നത്. റാഗ്ലയിലെ ബെൽറ്റ് ഫാസ്റ്റനർ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഹിഞ്ച് ചെയ്തിട്ട് ഒരു പിൻ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. The next question, the localized movement of the belt on a pulley resulting from the elastic stretch where it tends to stretch on the driving pulley and shorten on the driving pulley is known as slip, crowning, creep, camber. Localized movement of the belt on the pulley resulting from the elastic stretch where it tends to stretch on the driving pulley or shorten on the driving pulley. എന്താ വരിക? ആ ഒരു ഇതിനെ പറയുന്ന പേര് ഒരു പുതിയ ടൈമാണ്, അത് വെച്ചിട്ട് ഇനി കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ നോർമലി അതിൽ പറയുന്നത് എന്താണ്? ക്രീപ്പാണ് അല്ലേ? ക്രീപ്പ് എന്ന് പറയുന്നത്, ക്രീപ്പ് ഈസ് എ സ്മാൾ റിലേറ്റീവ് മോഷൻ ഓഫ് ദി ബെൽറ്റ് ഓവർ എ പുള്ളി കോസ്ഡ് ബൈ ദി ഇലാസ്റ്റിക് സ്ട്രെച്ചിങ് ഓർ കോൺട്രാക്ഷൻ ഓഫ് ദി ബെൽറ്റ്. ബെൽറ്റിന്റെ കോൺട്രാക്ഷൻ കാരണം അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്ട്രെച്ചിങ് കാരണം നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു സ്ലിപ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? സ്മാൾ റിലേറ്റീവ് മോഷൻ ഓഫ് ദി ബെൽറ്റ് ഓവർ ദി പുള്ളി.
പുള്ളിക്കും ബെൽറ്റിനും ഇടയിലുണ്ടാവുന്ന ഒരു റിലേറ്റീവ് മോഷനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രീപ്പ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. On the driving pulley, the belt is under higher tension and stretches. On the driven pulley, the belt tension decreases, the belt contraction shortens. This elastic deformation causes slight movement between the belt and pulley is known as creep. ഇവിടെ ആൻസർ നമുക്ക് ക്രീപ്പ് കേട്ടോ. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ക്രീപ്പ് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ ആൻസർ തരാറുണ്ട്, നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതാണോ തരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. The next question, in a cross belt drive, the direction of the rotation of the driving and driven shaft is. ഒരു ക്രോസ് ബെൽറ്റ് ഡ്രൈവില് അല്ലേ, ഡ്രൈവിങ്ങിൻ്റെയും ഡ്രിവൻ ഷാഫ്റ്റിൻ്റെയും റൊട്ടേഷൻ സെയിം ആയിരിക്കുമോ, ഓപ്പോസിറ്റ് ആയിരിക്കുമോ, പെർപെൻഡിക്കുലർ ആയിരിക്കുമോ, ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ? ഏതായിരിക്കും? ഒരു ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആണ് എന്നുണ്ടെങ്കിൽ, ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പുള്ളീസ് അല്ലേ, ഇതിനെ നേരെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെന്ത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നു. രണ്ട് പുള്ളീസ് ഇതിനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അതിനെ നമ്മൾ എന്ത് പറയുന്നു, ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും? ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ഇവിടുന്ന് കറങ്ങുന്നത് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും അല്ലേ, ഈ പുള്ളി കറങ്ങുന്നത് എങ്ങനെ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഡ്രൈവ് ലഭിക്കുന്ന പുള്ളിയിൽ നിന്നും ഡ്രിവൺ കിട്ടേണ്ട പുള്ളി, ഡ്രൈവ് ലഭിക്കുന്ന ഡ്രൈവർ പുള്ളിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് ഡ്രിവൺ പുള്ളിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് ഡ്രൈവിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവുമായിട്ട് അത് കണക്ട് ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കാം. അതിനാണ് നമ്മൾ പറഞ്ഞിട്ടോ, ഇൻ എ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് the belt is crossed between the driving and driven pulleys. This arrangement causes driven pulley to rotate the opposite direction of the driver pulley. അപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻ സെയിം ഡയറക്ഷൻ, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റിന്, വിച്ച് ടൈപ്പ് ഓഫ് ദി ബെൽറ്റ് ഡ്രൈവ് മെക്കാനിസം ഡ്രൈവർ ആൻഡ് ഡ്രിവൺ പുള്ളീസ് വിൽ റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? നമ്മൾ ചോദിച്ചിട്ടുള്ള തന്നെയാണ്, നേരെ അതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ വന്നു അല്ലേ. വേറെ രീതി എന്ന് പറയാൻ പറ്റില്ല, സെയിം രീതി തന്നെ വന്നു. ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് 90 ഡിഗ്രി പോകണ്ട എടുത്തിട്ടോ. കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് ഏതാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. The next, inverted tooth chain is especially used for which purpose? Hoisting and hauling, conveying, both 1 and 2, high speed power transmission. Inverted tooth chain എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എവിടെയായിരിക്കും? Inverted tooth chain is especially used in high speed power transmission. നമ്മൾ high speed power transmissionലാണ് ഉപയോഗിക്കുന്നത്. So inverted tooth chain നമ്മൾ പറയേണ്ട also a silent chain. Silent chain is specially designed for high speed power transmission. The teeth of the chain engage smoothly with the sprocket's teeth, resulting in smooth and quiet operation, reduced noise and vibration, high efficiency, ability to transmit power at high speeds. So, ഇവിടെ നമുക്കറിയാം ഹൈ സ്പീഡ് പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഇൻവേർട്ടഡ് ടൂത്ത് ചെയിൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 1 2 3 4 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്ലിപ്പ് ഈസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി സർഫസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ക്രീപ്പ് ഈസ് ദ ഫിനോമിന കോസ്ഡ് ബൈ ദി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി ബെൽറ്റ് മെറ്റീരിയൽ. മൂന്നാമത് പറഞ്ഞില്ലേ ബെൽറ്റ് സ്ലിപ്പ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ബെൽറ്റിന്റെ സ്ലിപ്പ് എക്സ്പ്രസ് പെർസെൻറ്റേജിനാണ് പറയുന്നത്, പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ്. ഓപ്ഷൻ ഡി പറയുന്നത് ഓൾ ഓഫ് ദി അബോവ് അല്ലേ. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളീസ് ആണല്ലോ. ബെൽറ്റും പുള്ളി സർഫസും തമ്മിലുള്ള റിലേറ്റീവ് മോഷനിലെ ഡിഫറൻസിനെയാണെന്നല്ലേ, അതിനാണ് നമ്മൾ റിലേറ്റീവ് മോഷനെ നമ്മളെന്ന് പറയുന്നത് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. ക്രീപ്പ് നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി ബെൽറ്റ് മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാരണം അല്ലേ ആണ് നമുക്ക് എന്ത് വരുന്നത് ഈ ക്രീപ്പ് എന്ന സംഭവം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ബെൽറ്റിന്റെ സ്ലിപ്പ് നമ്മൾ പറയാറുള്ളത് പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. എത്ര പെർസെൻറ്റേജ് സ്ലിപ്പ് അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ്, അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 4 ഓൺലി എന്ന് വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ബി കൊണ്ടേ കറപ്പിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും തെറ്റ് എങ്ങനെ അറിയോ, നമ്മളിതിൽ 1 2 3 4 ഓൾ ഓഫ് ദി അബോവ് ഈ 4 കണ്ടുകാണ് നമ്മൾ എന്ത് ചെയ്യുക അറിയോ, പെട്ടെന്ന് പോയിട്ട് ഓപ്ഷൻ ഡി അങ്ങ് കറപ്പിക്കും. സ്വാഭാവികമായിട്ടും തെറ്റ് പറ്റിയ ആൾക്കാരുണ്ടാവും, ഇതേപോലെ ഇതിന് മുന്നേ എക്സാം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. കാരണം നമ്മളത് ആ ക്വസ്റ്റ്യൻ കിട്ടി, നമുക്ക് ആൻസർ കിട്ടി, നമ്മൾ എന്തായാലും എക്സൈറ്റ്മെന്റിൽ നിൽക്കണം. ആൻസർ കിട്ടിയ എക്സൈറ്റ്മെന്റ് ആണ്, നമുക്കൊരു മാർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണല്ലോ.
സോ ആ എക്സൈറ്റ്മെന്റിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, 1 2 3 4 നാലാമത്തെ ഓൾ ഓഫ് ദി അബവ് ആണ്, നേരെ കയറി പോയി കൊണ്ട് എവിടെ പോയി കറപ്പിക്കും, ഡി കറപ്പിക്കും. പക്ഷെ ഡിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താ, സ്റ്റേറ്റ്മെന്റ് 3 മാത്രമേ ശരിയുള്ളൂ എന്നാണ്. അതല്ല, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 4 ഓൺലി എന്ന് കൊടുത്തിട്ടുള്ളത് ബിയിലാണ്. സോ ബി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. സാധാരണ പറ്റുന്നൊരു അബദ്ധമാട്ടോ, എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്കെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. സോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ബി പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഷേപ്പിംഗ് എ പുള്ളീസ് ഫേസ് സോ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി കോൺവെക്സ് ഓർ തിക്കർ ഇൻ ദ സെന്റർ ആൻഡ് ടാപ്പേഴ്സ് ടുവാർഡ്സ് ദ എഡ്ജസ്? ജോക്കി പുള്ളി, ക്രീപ്പ്, ക്രൗണിങ്, ഫില്ലറ്റ്. ഏതാണ് ഇത്? നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ, പുള്ളിന്റെ ഫേസ് സ്ലൈറ്റ്ലി കോൺവെക്സ് ആക്കുന്നതിന് പറയുന്ന പേര് ക്രൗണിങ് അല്ലേ? അപ്പൊ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിന് 47th ക്വസ്റ്റിന്, ഇൻ എ വി ബെൽറ്റ് സ്പെസിഫിക്കേഷൻ, ഒരു വി ബെൽറ്റിന്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ C3048 IS 2494 സി, ഇതാണ് നമ്മളുടെ കോഡ് എന്നുള്ളത്. ഇതിൽ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മാനുഫാക്ചേഴ്സ് കോഡാണോ, ഇൻസൈഡ് ലെങ്ത് ആണോ, വി ബെൽറ്റ് ക്രോസ് സെക്ഷൻ ആണോ, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണോ? ഒന്ന് ആൻസർ ചെയ്തേ. ഒരു വി ബെൽറ്റിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്ന സമയത്ത് C3048 IS 2494 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ സി എന്താണ് അല്ലെ? സി ഇൻഡിക്കേറ്റ്സ് ദ ക്രോസ് സെക്ഷണൽ സൈസ് ഓഫ് വി ബെൽറ്റ്. വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷണൽ സൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെ? വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ ഏതാണ് എന്നുള്ളതും ചോദിക്കാറുണ്ട് കേട്ടോ, ട്രപ്പിസോയിഡൽ. സോ ഇതിന്റെ ക്രോസ് സെക്ഷനിലെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? 3048 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോമിനൽ ബെൽറ്റ് ലെങ്ത് ജനറലി ഇൻ മില്ലിമീറ്റേഴ്സ്, ബെൽറ്റ് ലെങ്ത്, ആൻഡ് IS 2494 റെഫേഴ്സ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഫോർ വി ബെൽറ്റ്. ഇനി വി ബെൽറ്റിലെ സിന്റെ കോഡുകൾ അല്ലെ? സി എന്ന് പറഞ്ഞാൽ എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്നാണ് കൊടുത്തിട്ട്. എ എന്ന് പറയുമ്പോൾ വി ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ ഒരു 13x8 mm വരുന്നത്, 17x11, 22x14, 32x19 അല്ലെ? 32/19. ഈ ഒരു ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ സി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ വിൽ ബി വി ബെൽറ്റ് ക്രോസ് സെക്ഷൻ. സി ഇൻഡിക്കേറ്റ്സ് ഫോർ വി ബെൽറ്റ് ക്രോസ് സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ലെസ് ഇൻ വിച്ച് ദ ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്? ഏത് ടൈപ്പ് ബെൽറ്റ് ഡ്രൈവിലായിരിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറവുള്ളത് എന്നാണ് ചോദിച്ചത്. ക്രോസ് ബെൽറ്റ് ഡ്രൈവിലാണോ, വി ബെൽറ്റ് ഡ്രൈവിലാണോ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലാണോ, ക്വാർട്ടർ ബെൽറ്റ് ഡ്രൈവിലാണോ? നമ്മൾ രണ്ട് ടൈപ്പ് ബെൽറ്റ് ഡ്രൈവ് പറഞ്ഞിരുന്നു. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആകുമ്പോൾ ഇങ്ങനെയല്ലേ, ബെൽറ്റിന്റെ കോണ്ടാക്ട് വെച്ച്. ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആകുമ്പോൾ ഇങ്ങനെ പോകും. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറവുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഏതിലായിരിക്കും, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലായിരിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറവ് അല്ലേ? ഇനി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ദ ബെൽറ്റ് റൺസ് ഓവർ 2 pulleys in the same direction of rotation. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The angle of contact is compared with the cross belt drive because the belt does not wrap around the pulley so much. പുള്ളിയിൽ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറ്റി കിടക്കുന്നില്ല, നേരെ മുകളിലെത്തുമ്പോൾ പോകണം. മറ്റേ താഴത്തോട്ട് പോകാനാകുമ്പോഴത്തേക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തുണ്ട്, കൂടുതലുണ്ട്. സോ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലായിരിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുതൽ എന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the phenomena of the relative motion between belt and pulley surface is called creep, slip, tension, crowning. The relative motion between belt and pulley, ബെൽറ്റിന്റെയും പുള്ളിയും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ നമ്മൾ പറയുന്നത് എന്താണ്, സ്ലിപ്പ് അല്ലെ? ഓപ്ഷൻ ബി ആയിരിക്കും സ്ലിപ്പ്. സ്ലിപ്പ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, അടുത്ത ക്വസ്റ്റ്യന്, creep in the belt drive occurs due to, creep in the belt drive occurs due to lack of lubrication, elastic property of the belt material, excessive pulley size, high belt thickness. നേരത്തെ പറഞ്ഞു കൊടുത്തില്ല തന്നെയാണ് അല്ലേ? ക്രീപ്പ് സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ക്രീപ്പ് occurs, belt stretches on tight sides and contracts on slack side due to the ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് ദി ബെൽറ്റ് മെറ്റീരിയൽ. ബെൽറ്റിന്റെ മെറ്റീരിയലിനനുസരിച്ചുള്ള, ബെൽറ്റിന്റെ മെറ്റീരിയലിന്റെ ഇതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ബെൽറ്റ് മെറ്റീരിയൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാരണമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, ക്രീപ്പ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും.
സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ടും IC എഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് പമ്പിന്റെ ക്വസ്റ്റ്യൻസ് അതിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാട്ടർ അതോറിറ്റിന്റെ എക്സാമിന് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ബൂസ്റ്റർ ബാച്ച് ടെക് PSCയിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആപ്പിൽ കയറി നോക്കി കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഇനിയുള്ള ഒരു 10-20ഓളം ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആപ്പിലെ ബൂസ്റ്റർ ബാച്ച് യൂസ് ചെയ്യാം. ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനോ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പിൽ കയറി നോക്കാം, ടെക് PSCയുടെ ആപ്പിൽ കയറി നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫുള്ളി IC എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെ അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്